കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധിയും ആരോഗ്യവും നന്മയും അനുഭവിക്കുക തന്നെ ചെയ്യും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരത്തില്ല, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൻ്റെ മേൽ അടുക്കത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേട്ട വചന ചിന്ത എന്തിനെപ്പറ്റിയുള്ളതാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വിശ്വാസം വരുമ്പോൾ അവിശ്വാസം വരും. അപ്പൊ വചനമാവുന്ന വാളുകൊണ്ട് വെട്ടണം. 3 തരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ട്. 1 ദൈവം, 2 പിശാച്, 3 ലോകം. ഏതിനാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അവൻ നമ്മൾ 3 തരത്തിലെ പരീക്ഷകളെ പറ്റിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ കേട്ടെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മളെ അലട്ടുന്ന ദൈവത്തിൻ്റെ പരിശോധന, ലോകത്തിൻ്റെ പരിശോധന, പിശാചിനാൽ സംഭവിക്കാൻ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പരീക്ഷകളുണ്ട്. അപ്പോൾ ഈ പരീക്ഷകളെ നമ്മൾ തിരിച്ചറിയണം. വിശ്വാസ ജീവിതത്തിൽ അതിനെ മറികടക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും ക്രിസ്തു നമുക്കത് കൃപ തന്നിട്ടുണ്ട്. ദൈവാത്മാവിൻ്റെ ഏറ്റവും വലിയ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ മറന്നു പോകല്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ സകല വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ പ്രവർത്തിക്കുന്ന ദൈവം സകല വിഷയത്തിൻ്റെ മേൽ ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ദൈവം നമ്മളെ തീർക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹത്തിനായിട്ട് ഒരു വാക്യം ഞാൻ എടുക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കേട്ട് വന്നിരിക്കുന്ന പല വാക്യങ്ങളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ കേട്ടതെങ്കിൽ ഇന്ന് നമുക്ക് എഫേസ്യ ലേഖനത്തിൻ്റെ അകത്തുനിന്ന് എഫേസ്യ ലേഖനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട് വന്നിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ചില വചനഭാഗങ്ങളെ നമുക്ക് കേൾക്കാം. പരിചിതമായ വാക്യമാണ്, നിങ്ങൾക്കത് കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട് നിൽക്കുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പോൾ ഇവിടെ വചനത്തിൽ പറയുന്നു, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഫൈറ്റുണ്ട്, നമുക്കൊരു യുദ്ധമുണ്ട്. എന്നാൽ ഈ യുദ്ധത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആത്മാവിലാണ് യുദ്ധം നടക്കുന്നത് മുഴുവൻ, ജഡത്തിലല്ല. നമ്മുടെ ശത്രു നമ്മുടെ അയൽവക്കംകാരനല്ല, നമ്മുടെ ശത്രു നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയല്ല, നമ്മുടെ ശത്രു മനുഷ്യനല്ല, നമ്മുടെ ശത്രു ലോകമല്ല. നമ്മുടെ ശത്രുവിനെ പറ്റി പറയുന്നു പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. നോക്കി, അവൻ്റെ ശക്തിയല്ല. അതിൻ്റെ എനിക്ക് വന്ന 10ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വരും. 10ാമത്തെ വാക്യത്തിൽ മുതൽ പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അപ്പം ശക്തിപ്പെടുവിൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. അവൻ്റെ ശക്തിയല്ല തന്ത്രം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ശക്തിയോടല്ല തന്ത്രത്തോടാന്ന് പറ. നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് പിശാചിനോട് യുദ്ധം ചെയ്യുക എന്നല്ലേ. പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മുടെ സ്പിരിച്വൽ വാർഫെയർ എന്ന് ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് പിശാചിനോടുള്ള യുദ്ധം, അതായത് അവൻ്റെ ബലത്തോടല്ല യുദ്ധം. അവൻ്റെ ബലത്തോടല്ല നമ്മൾ യുദ്ധം ചെയ്തത്, അവൻ്റെ തന്ത്രത്തോടാണ്. അവൻ്റെ ബലം നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. നോക്കി, പിശാചിൻ്റെ സകല ബലത്തെയും ഇപ്പോൾ നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ തന്ത്രം. പക്ഷെ അവന് തന്ത്രം ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാലോ, വലിയ വലിയ രാജ്യങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിലും എതിർ രാജ്യങ്ങൾക്ക് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് തന്ത്രശാലികളായ അധികാരികൾ മുഖാന്തരം എന്ത് ചെയ്യും, പല രാജ്യങ്ങളെയും മറിച്ചിടും അല്ലേ. അപ്പോൾ ഈ തന്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ശക്തിയേക്കാൾ അതിന് പവറുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ശക്തിയേക്കാൾ പവർ തന്ത്രത്തിനുണ്ട്. പഴയ നിയമം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ശിംശോനെ പിടിച്ചു കെട്ടുവാൻ ആർക്കും കഴിയത്തില്ല.
ഷിംഷോനെ 1000 അല്ല 10,000 ആൾക്കാർ വന്നെങ്കിൽ പോലും ഷിംഷോനെ പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല. ഷിംഷോന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഭയങ്കരമാണ്. ഒറ്റ താടിയെല്ല് കൊണ്ട് ശംശോന് വേണമെങ്കിൽ 1000 പടയാളികളെ കൊന്നൊടുക്കാൻ പറ്റും. എത്ര വേണേലും ശക്തി, സിംഹത്തിനെ വരെ വലിച്ചു കീറാൻ ശിംശോന് ശക്തിയുണ്ട്. നമുക്കതില്ല, അല്ലേ? നമുക്കതില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കർത്താവിലുണ്ട്. ആവശ്യം വന്നാൽ അതിൽ ആ ഒരു കാലഘട്ടത്തിൽ ദൈവം ഒരു പ്രത്യേക അഭിഷേകം കൊടുത്തു. എന്നാൽ ഈ അഭിഷേകത്തെ തന്ത്രം കൊണ്ടാണ് എന്ത് ചെയ്തത്? നഷ്ടപ്പെടുത്തിയത്. ഒരു സ്ത്രീയുടെ മടിയിൽ പോയി അദ്ദേഹം കിടക്കുകയും ആ ഒരു രഹസ്യങ്ങൾ കൈമാറുകയും അദ്ദേഹത്തിൻ്റെ അഭിഷേകം അടങ്ങിയിരിക്കുന്ന മുടി ക്ഷൗരം ചെയ്ത് കളയുകയും ചെയ്ത നിമിത്തം അദ്ദേഹത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു. അവിടെ ആ ഒരു സ്ത്രീ ശിംശോനെ ശക്തി കൊണ്ടല്ല കീഴ്പ്പെടുത്തിയത്, പകരം തന്ത്രം കൊണ്ടാണ്. പിശാച് ആ സ്ത്രീയുടെ ഉള്ളിൽ കയറി ആ ശിംശോന്റെ അഭിഷേകത്തിൻ്റെ ശക്തിയെ എന്ത് ചെയ്ത് ചോർത്തിക്കൊള്ളുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കി, ശക്തിയേക്കാൾ തന്ത്രത്തിന്, ഈ പിശാചിലിരിക്കുന്ന തന്ത്രത്തിന് വലിയൊരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വാണിംഗ് പോലെ പറയുക. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ബൈബിൾ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളണം. എന്നിട്ട് പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത്, നമുക്ക് ഫൈറ്റ് ഉള്ളത്. അപ്പം ഓർത്തോളം, നമ്മുടെ യുദ്ധം മസിൽ യുദ്ധമല്ല, ശക്തി യുദ്ധമല്ല, തന്ത്രത്തോട് എതിർക്കുന്ന യുദ്ധമാണ്. ജഡരക്തങ്ങളോടല്ല, മനുഷ്യനോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിൻ്റെ ദുഷ്ടാത്മസേന. പലരും ചോദിക്കും, ബ്രദറെ, സ്വർഗത്തിൽ അവിടെ ദുഷ്ടാത്മസേന, ഇവിടെ സ്വർഗം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയാം, 3ാം സ്വർഗം എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ആകാശമണ്ഡലങ്ങൾക്ക് മീതെ നക്ഷത്ര മണ്ഡലങ്ങളുണ്ട്, അല്ലേ? നമ്മൾ ഈ കാണുന്ന ഗാലക്സി എന്നൊക്കെ പറഞ്ഞതുപോലെ കുറേ നക്ഷത്ര മണ്ഡലങ്ങളുണ്ട്. ലൂസിഫർ ഒറ്റയ്ക്കല്ല താഴേക്ക് വീണത്, അവൻ്റെ കൂടെ കുറേ ദൂതന്മാരുണ്ട്. അപ്പോൾ ഇവർ പലരും വസിക്കുന്നത് ഈ നക്ഷത്ര മണ്ഡലങ്ങളിലാണ്. ഈ നക്ഷത്ര മണ്ഡലങ്ങളിലാണ് ഇവർ പലരും എന്ത് ചെയ്തത്? വസിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അവർ പല നക്ഷത്ര മണ്ഡലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? താമസിക്കുന്നതുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്കറിയാം, പഴയ കാലഘട്ടത്തിലൊക്കെ ഈ ചിലർ പറയത്തില്ല നക്ഷത്ര ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ്, അതിനൊക്കെ ഞാൻ പറഞ്ഞത് അതിനൊക്കെ ഒരു പ്രത്യേക ഒരു കണക്കുണ്ട്. അപ്പോൾ അതിലൊക്കെയും പ്രവർത്തിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിനെ വസിക്കുന്നതും ഇത് താമസിക്കുന്നതുമായിട്ടുള്ള ഒരു ലോകമുണ്ട്, ആകാശത്തിൻ്റെ ഒരു മണ്ഡലമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ദുഷ്ടാത്മസേനയുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ എതിർക്കുവാൻ ഈ ഭൂമിയിലുള്ള ഒരു വിശ്വാസിക്ക് ശക്തിയുണ്ട്. ഇവയൊക്കെ വെട്ടിവീഴ്ത്തുവാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. ബൈബിൾ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പം നമുക്ക് ഫൈറ്റ് ഉണ്ട്. ശ്രദ്ധിച്ചോണം, ഇവൻ്റെ തന്ത്രങ്ങളെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അതിന് ബൈബിൾ പറയുന്നു, ദുർദിവസത്തെ എതിർത്ത് നിൽപ്പാൻ സകലതും കഴിയേണ്ടതിന്, ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട് നിൽപ്പിൻ. എന്നിട്ട് പറയുകയാണ്, താഴേക്ക് ആ വാക്യം വായിച്ചോണം. ഞാൻ ആ വാക്യം എന്നിട്ട് കാണിക്കും. ഇത് ചില സമയത്ത് ഇത് സ്റ്റക്കാകുന്നതുകൊണ്ടാണ് ഇത് കിട്ടാതെ വരുന്നത്. ഇവിടെ വചനം പറയുന്നു, അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനും ചെരുപ്പായും എല്ലാറ്റിൻ്റെ മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. ഒന്നാമത്തെ കാര്യം, ഇവൻ നിങ്ങളെ വന്ന്, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, ഈ പാപിയായ എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഒന്നാമത്തെ അവൻ്റെ തന്ത്രം വിജയിച്ചു. നീതി എന്ന കവചം, ശ്രദ്ധിച്ചോണം, നീതി ഒരു കവചമാണ്. നിങ്ങൾ പാപി എന്ന് പറയുമ്പോൾ ആ കവചം നിങ്ങൾ ഊരിവെക്കുന്നു. ശ്രദ്ധിച്ചോണം, നീതി എന്ന കവചം. കവചം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഹൃദയഭാഗത്ത് പടയാളികളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? കുന്തവും മറ്റു വാളുകളും ഒന്നും മൂർച്ചയേറിയ ആയുധങ്ങൾ പെട്ടെന്ന് അവരിലേക്ക് മുറിവേൽപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു കവചം കൊണ്ട് അവർ സൂക്ഷിക്കും. ഇതാണ് നീതി. യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്ന നിങ്ങൾ സ്വയം പറയണം, ഇനി ഞാൻ പാപിയല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി ശുദ്ധീകരിച്ചു, ഞാൻ നീതിമാനാണ്. അപ്പോൾ ഒന്നാമത്തെ കവചം നിങ്ങൾ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ പാപിയായ എന്നോട് കർത്താവ്, ഈ പാപിയായ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കും തോറും പിശാചിൻ്റെ തന്ത്രം വിജയിച്ചു. നിങ്ങളെ വേഗത്തിൽ അവന് നിങ്ങളുടെ ഹൃദയത്തെ ആക്രമിക്കുവാൻ കഴിയും. അപ്പോൾ ഹൃദയത്തെ ആക്രമിച്ചാൽ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെയാണ് നിങ്ങൾക്ക് വിശ്വാസവും അവിശ്വാസവും എല്ലാം പ്രവർത്തിക്കുന്നത് ഹൃദയത്തിലാണ്. അപ്പം പാവി എന്ന് പറയുമ്പം അവിടെ പിശാചൻ നിങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള ആദ്യത്തെ വാതിൽ നിങ്ങൾ തുറന്നു കൊടുത്തു. ഇല്ല, കർത്താവിൻ്റെ രക്തത്താൽ ഞാൻ ഇനി നീതിമാനാണ്, ആ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ക്ലെൻസ് ചെയ്തിരിക്കുന്നു, എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. 2, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പായി. ശ്രദ്ധിച്ചോണം,
അപ്പോൾ നമ്മുടെ കാലിന് ചെരുപ്പായിട്ട് സമാധാന സുവിശേഷം. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ഇത് ലോകം തരുന്നത് പോലെയല്ല. ഇതാണ് സമാധാന സുവിശേഷം. എഫേസ്യ ലേഖനം നിങ്ങൾ വായിച്ചു വന്നപ്പോൾ നമ്മളൊരു വാക്യം പറഞ്ഞായിരുന്നു, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് എന്ത് ഇരുപക്ഷത്തെയും സമാധാനത്തെ ഉണ്ടാക്കി. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ സകലതും ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിച്ചു. ഇതാണ് സമാധാന സുവിശേഷം. ഇനി പറയണം, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ അധോലോകത്തിലുള്ളതോ സ്വർലോകത്തിലുള്ളതോ അന്ധകാര ശക്തികൾക്കോ എന്നെ തൊടാൻ കഴിയത്തില്ല. സമാധാനത്തിൻ്റെ സുവിശേഷം. ശത്രുവല്ല, മിത്രമാണ് ദൈവത്തിൻ്റെ. ഇതാണ് സമാധാന സുവിശേഷം. ഇതെന്ത് ചെയ്യണം? കാലിന് ചെരുപ്പായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ എന്താണ് ഈ കാലിന് ചെരുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, സങ്കീർത്തനത്തിൽ പറയുന്നൊരു വാക്യമാണ്, യഹോവയുടെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അതായത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ആയുധമാണ് സമാധാന സുവിശേഷം. സുവിശേഷത്തിൻ്റെ അകത്ത് നിങ്ങൾ തിരിച്ചറിയണം, നമ്മൾ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ സകലതും ക്രിസ്തു മുഖാന്തരം നിരപ്പിച്ചു. ഞാൻ ഇനി ദൈവത്തിൻ്റെ ശത്രുവല്ല, ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരനാണ്. ഓരോ ദിവസവും ഈ അറിവിൽ വേണം മുന്നോട്ട് പോകാൻ. ഈ ഒരു അറിവ് വേണം നിങ്ങൾ ജീവിക്കുവാൻ. അപ്പോൾ ഇതാണ് സമാധാന സുവിശേഷം. പലപ്പോഴും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തപ്പിപ്പോത്തില്ല, ഭയങ്കര എൻ്റെ കുറവ് കൊണ്ടായിരിക്കും അത് സംഭവിച്ചത്. ഇത് നിങ്ങൾക്ക് സമാധാന സുവിശേഷം നടത്തില്ലാന്നിട്ടാ. നിങ്ങളിനി അന്യനല്ല, പരദേശിയല്ല, ദൈവത്തിൻ്റെ ഭവനക്കാരനാ. എന്നാ പ്രശ്നമുണ്ടായാലും എൻ്റെ കുറവല്ല അവിടെ ദൈവം നോക്കുന്നത്, എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ഞാനിനി ശത്രുവല്ല, അന്യനല്ല. ഇനി സ്വർലോകത്തിലോ ഭൂലോകത്തിലോ സകലത്തോടും ദൈവം നിരപ്പിച്ചിരിക്കുന്നു. ഇനി ഞാൻ ഭയപ്പെടേണ്ട, ക്രിസ്തുവിലാണ് ഞാൻ. ഇതാണ് സമാധാന സുവിശേഷം. അത് നിങ്ങളുടെ കാലിന് ചെരുപ്പാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ യാത്രയെ കാണിക്കുന്നത്. ആമേൻ. ഇനി അടുത്ത വാക്യം, എല്ലാറ്റിൻ്റെ മീതെ ദുഷ്ടൻ്റെ തീയമ്പ്. മറക്കല്ലേ, തന്ത്രമാണ് ഇവിടെ പറയുന്നത്. തന്ത്രം. ഞാനൊരു കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഞാനിത് ഇപ്പോഴാണ് ഓർത്തത്.
ഈ വചനം കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഫൈറ്റ് ഉണ്ട്, ശ്രദ്ധിച്ചോണം. ആ ഫൈറ്റിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതുപോലെ തന്നെ അരയ്ക്ക് സത്യം കിട്ടി. ഇപ്പം ഇത്രയും കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ തിരിച്ചറിഞ്ഞേക്കണം. ദുഷ്ടൻ്റെ തീയമ്പുകളെ തെടുക്കുവാൻ തക്കതായിട്ടുള്ള വിശ്വാസം എന്ന പരിച. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, നീതി എന്ന കവചം ബ്രേക്ക് ആകുമ്പോഴാണ് ഇത് തകർത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നാ തല പോകുന്ന പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വന്നാലും നിങ്ങളുടെ കുറവാന്ന് പറഞ്ഞ് പഠിക്കരുത്. ഒരു വിശ്വാസി ഒരിക്കലും യേശുവിലായ വിശ്വാസിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. നിങ്ങളൊരു ജോലി സ്ഥാപനത്തിൽ നിൽക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി തന്ന ഓണർക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലേ. നിങ്ങൾ അവിടെ പോയിട്ട് പറയുക, സാറേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളത് പറയത്തില്ല. കാര്യം നിങ്ങൾക്ക് സാലറി ആവശ്യമാണ്. അവിടെ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസിൽ ആശ്രയിക്കും. ക്രിസ്തുവിലുള്ളൊരു വ്യക്തി പറയാൻ ശീലിക്കണം, യേശുവിൻ്റെ രക്തത്താൽ ഞാൻ പാപിയല്ല, നീതിമാനാണ്. ഇവിടെ നോക്കി, നീതി എന്ന കവചം ധരിച്ചു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് അവൻ്റെ ശക്തിയല്ല അവൻ്റെ തന്ത്രം. ഞാൻ പാപിയാന്ന് പറഞ്ഞ് ശീലിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ പലരുടെയും പ്രാർത്ഥന കണ്ടിട്ടുണ്ട്, കർത്താവേ പാപിയാ എന്നോട് എന്ത് ചെയ്യണം, ക്ഷമിക്കണമേ. ഒരിക്കലും പിശാച് നിങ്ങളെ വിട്ടു പോകത്തില്ല. നിങ്ങൾ പിശാചിൻ്റെ ഭവനമായി തീരും. നീതി എന്ന കവചം നമുക്കറിയാം. നിങ്ങൾക്ക് ഈ കവചം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഏതെങ്കിലുമൊക്കെ ഈ കാലത്ത് പൗലോസ് എഴുതുമ്പോൾ റോമൻ പടച്ചിട്ട തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ല. ഈ റോമൻ പടയാളികളുടെ ചിത്രങ്ങൾ, പഴയ ചിത്രങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ മുഴുവനും പൗലോസ് ലീഗ റോമൻ ഒരു എംപയർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഫോട്ടോ പോലെയാണ് നമ്മളെ വർണ്ണിക്കുന്നത്. അപ്പോൾ നീതി എന്ന കവചം കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നീതിയാണ് എൻ്റെ കവറിങ്. ഇത് ഒരിക്കലും നിങ്ങൾ അഴിച്ചു വെക്കരുത്. അടുത്ത വാക്യത്തിൽ പറഞ്ഞു സമാധാന സുവിശേഷം ഞാൻ പറഞ്ഞു. ഇനി ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം. അപ്പോൾ ദുഷ്ടൻ എത്ര തീയമ്പ് നിങ്ങളുടെ മേലയച്ചാൽ, അതായത് അവൻ്റെ ശക്തിയല്ല, മറന്നു പോകല്ലേ, തന്ത്രമാണ് മനസ്സിലാക്കണം. അവൻ്റെ ഏത് തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം. അപ്പോൾ വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇത്രയും നാളും കേട്ടത് വെച്ചൊന്ന് പറഞ്ഞു, വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അപ്പൊ ദുഷ്ടന്റെ തീയമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിനെതിരെയുള്ള കാഴ്ചപ്പാടുകൾ, പ്രസംഗങ്ങൾ, ചിന്തകൾ, വാക്കുകൾ, ഇത് നിങ്ങളുടെ നേരെ വരുമ്പോൾ വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിക്കണം. ക്രിസ്തുവിൽ നിങ്ങൾ ആരാന്ന് പറയണം. ഒരു പ്രശ്നം വരുമ്പോൾ, തളർന്നു പോകുമ്പോൾ, മടുത്തു പോകുമ്പോൾ, എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങളെ ആരും വരത്തില്ലപ്പോൾ, നിങ്ങളെ പഴി പറയുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവാന്ന് പറയുമ്പോൾ, നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയമെന്ന് പറയുമ്പോൾ, നീയാണ് പ്രശ്നമെന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളൊരു കാര്യം പറഞ്ഞോണം. എന്നാ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. എന്നോട് എതിർക്കുന്ന ശത്രുവിനെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ അത്ഭുത സാക്ഷിയാകുക തന്നെ ചെയ്യും. വിശ്വാസം എന്ന പരിചയം ഉയർത്തിപ്പിടിക്കണം. അപ്പോൾ അവൻ്റെ തീയമ്പെന്ന് പറയുന്നത് നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മളെ തകർക്കാൻ വേണ്ടി ഓരോരോ പ്രശ്നം വിടുന്നതല്ല, ഓരോരോ പ്രശ്നങ്ങളുടെ നടുവിലും നമ്മളെ തളർത്തുവാൻ നോക്കുന്ന ചില ഐഡിയകളാണ്. ചിലർ കണ്ടിട്ടില്ലേ, വണ്ടി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കാറ് പഞ്ചറായി ഉടനെ പറയും പിശാചിൻ്റെ പോരാട്ടമാണ്. ശ്രദ്ധിച്ച്, പിശാചിൻ്റെ പോരാട്ടമാണ് കാറ് പഞ്ചറാകുന്നത്. കാറ് പഞ്ചറാകാൻ പല കാരണങ്ങളും കാണും. നമ്മൾ ഉടനെ അത് പിടിക്കാതെ അവിടെ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി, കർത്താവേ ഇനി അഥവാ പഞ്ചറായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എന്തോ ഇവിടെ ഈ സമയത്ത് ആരോ കണക്റ്റ് ആകാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു വണ്ടി ടയറിൻ്റെ എന്തോ അലൈൻമെൻറ്റ് നോക്കാൻ വേണ്ടി പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നി. കാറിന് അലൈൻമെൻറ്റിന് എന്തോ ഒരു വിഷയം വന്നപ്പം ഞാനൊരു സ്ഥലത്ത് കയറി പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു വണ്ടിക്ക് എന്തോ ഒരു ജെർക്കിങ് പോലെ തോന്നിയിട്ട്, അപ്പോൾ ഞാൻ അവിടെ കയറിയപ്പോൾ അവിടുത്തെ പയ്യൻ പറഞ്ഞു കാറിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ എൻ്റെ സമയം അവിടെ വെറുതെ പോവുക, ഞാൻ വേറൊരു വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നോട് പറഞ്ഞു നമുക്ക് ചേട്ടാ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഓടിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി എൻ്റെ കൂടെ ഇപ്പുറത്തിരുന്നു, വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ട് അയാൾക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ടയർ എന്തോ ഇട്ട സമയത്ത് പുള്ളിയുടെ ദേഹത്തേക്ക് ഈ സാധനം പ്രഷർ എന്തോ സാധനം വന്ന്, ഈ കമ്പി പോലത്തെ സാധനം വന്ന് തലക്കിട്ട് അടി കിട്ടി. അപ്പോൾ ഇങ്ങനെ കൈയും കാലും ഒക്കെ വിറക്കി. അപ്പോൾ ഞാൻ വെച്ചു ഹോസ്പിറ്റലിലൊന്നും പോയില്ലെന്ന് ചോദിച്ചു. എന്നാ ചെയ്യാൻ, ആരുമില്ല, ഇവിടെ എനിക്കൊന്നും മാറാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിലായി നല്ലൊരു ക്ഷതം അദ്ദേഹത്തിന് നേടിയിട്ടുണ്ട്. കാര്യം നിങ്ങൾക്കറിയാം, ഈ പഞ്ചർ ഒട്ടിക്കുന്ന സമയത്ത്, ഈ പഞ്ചർ തുറക്കുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ കൊണ്ട് ആ കമ്പി തെറിച്ച് വന്ന് തലക്കിടിച്ച് ആലോചിച്ച് നോക്കി.
കാഴ്ചയിൽ മുറിവൊന്നുമല്ല, പക്ഷേ പുള്ളിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. പുള്ളി വിറയ്ക്കുക. ഞാൻ ചോദിച്ചു, ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം എന്നെ കുറച്ച് നേരം നോക്കിയത് എന്തുവാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും പുള്ളിയുടെ മറുപടി അധികം കാത്തു നിൽക്കാതെ പുള്ളി ഒരു അരസമ്മതം മൂളിയപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. പിന്നെ ഞാൻ തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ചില സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോൾ, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ ദൈവത്തിന് എന്തൊക്കെയോ പ്രവൃത്തിയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അവിടെ ഒരിക്കലും വണ്ടി നിർത്തത്തില്ല. ചിലപ്പോൾ നിങ്ങൾ അങ്ങ് വിട്ടു പോകത്തുള്ളൂ. കാര്യം ഞാൻ തിരക്കായതുകൊണ്ട് ഞാൻ അങ്ങ് വിട്ടു പോകത്തുള്ളൂ, അവിടെ ഒരിക്കലും കയറത്തില്ല. ആ ഒരു പെട്ടെന്നൊരു വൈബ്രേഷൻ സംഭവിച്ചുകൊണ്ടാണ് ആ ഷോപ്പിലോട്ട് കയറാൻ ഇടയായത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില സ്ഥലങ്ങളിലേക്ക് നമ്മളെ അയക്കുമ്പോൾ അതിന് ചില കാരണങ്ങളുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയാലും ഉറപ്പിച്ചോണം, ദൈവം അത് നന്മയാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്. ആമേൻ. അപ്പോൾ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഓർത്തോണം, വിശ്വാസം എന്ന പരിച എന്നുള്ളത് വിശ്വാസത്തിൻ്റെ എതിരെയുള്ള തീയമ്പുകൾ വരുമ്പോഴാണ്. അപ്പോൾ തീയമ്പ് എന്നുള്ളത് ശ്രദ്ധിച്ചോണം, ശക്തിയല്ല തന്ത്രവ. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ശക്തിയല്ല തന്ത്രവ എന്ന് പറ. ആമേൻ. അപ്പൊ ഇവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊണ്ട് നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ സർവായുധവർഗം നാം എടുത്തു നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ സർവായുധവർഗമാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും. ഓക്കെ, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന, നമുക്ക് ഹെൽമെറ്റ് എന്ന് പറയുന്നത്, ആ ഒരു സാൽവേഷൻ്റെ ഹെൽമെറ്റ്. നമുക്കറിയാം ഹെൽമെറ്റ് എന്തിനാണ് വെക്കുന്നത്. ഹെൽമെറ്റ് വെക്കുവാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിലും ഹെൽമെറ്റ് ഉള്ളത് കൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഴ്ചയിൽ സംഭവിക്കുമ്പം എന്ത് സംഭവിക്കും, നമ്മുടെ തല പൊട്ടിപ്പോകാതെ എന്ത് ചെയ്യും, നമ്മളെ കാത്തു വരുമായിരിക്കും. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു 10-12 വർഷം മുമ്പ്, 12 അല്ല അതിൻ്റെ മുകളിലായിട്ടുണ്ട്, ആ ഒരു വർഷം മുമ്പ് ഞാൻ ബൈക്കിൽ കോട്ടയത്ത് വഴി ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇച്ചിരി നല്ലൊരു സ്പീഡ്, വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് കേട്ടോ, നല്ല അമിതമായിട്ടൊരു സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു വഴി ബ്ലോക്കാണ്. പക്ഷേ ഞാൻ ഇച്ചിരി സ്പീഡിലായിരുന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ വണ്ടി എടുക്കുക, ഒരു എൽബോർഡ് വെച്ചൊരു കാർ പെട്ടെന്ന് ക്രോസ് ചെയ്തു. ഞാൻ ആ വാഹനത്തെ ഇടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഈ പണ്ടൊക്കെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ കാറിൻ്റെ മൂളിൽ കൂടെ പൊങ്ങി പോകുന്നു ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. നേരെ പോയി എൻ്റെ തല കുത്തിയാണ് ഞാൻ മറിഞ്ഞു വീണു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരിക്കലും കാണാൻ ഒരു ചാൻസും ഇല്ല, ആക്സിഡൻറ്റിൽ തീർന്നു പോകേണ്ടതാണ്. പക്ഷേ അന്നൊരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഹെൽമെറ്റ് ഇടിച്ച് വീണതുകൊണ്ട് കറക്റ്റ് ആദ്യം തലയാകും വന്ന് നിലത്തോട്ട് ഇടിച്ചത്, തറയിലോട്ട്, അത് ടാറിൻ പുറത്ത് ഇടിച്ചതും പിന്നെ എൻ്റെ ശരീരം വന്ന് വീഴുന്നതൊക്കെ ഞാൻ കാണാൻ, നമുക്ക് വ്യക്തമായിട്ട് തെറിച്ചു പോകുന്നതൊക്കെ അറിയാനൊക്കെ പറ്റും. ആദ്യമായിട്ട് അങ്ങനെ ഒരു വണ്ടിയുടെ മുകളിൽ കൂടെ തെറിച്ചു പോകുന്നത് അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഹെൽമെറ്റ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. ആ ഹെൽമെറ്റ് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ മനസ്സോടെ മേടിച്ചൊരു ഹെൽമെറ്റായിരുന്നു. കാര്യം ഹെൽമെറ്റ് ഇല്ലാതെ മനസ്സോടെ മേടിച്ചൊരു ഹെൽമെറ്റ്, പക്ഷേ ആ ഹെൽമെറ്റ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. അതേപോലെ തന്നെ രക്ഷ എന്ന ശിരസ്ത്രം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ പ്രൊട്ടക്ഷനാണ് ഈ ദൈവം നമ്മുടെ തലമേലിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയെ ദൈവം അറിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. യേശുവിനെ കർത്താവുമായിട്ട് ഞാൻ പറഞ്ഞില്ല, പ്രാർത്ഥനക്കാരുമുണ്ട്, രക്ഷിക്കപ്പെട്ടവരുമുണ്ട്. പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുന്നിടത്തൊക്കെ പയ്യെ തണുപ്പ് പറ്റി നിൽക്കുന്നു, വല്ലപ്പോഴും ഏതെങ്കിലും ബ്രദറിനെ പോയി കാണുന്നു, ഒന്ന് പ്രാർത്ഥിക്കുന്നു, പിന്നെ പഴയ പോലെ നിൽക്കുന്നു. പ്രശ്നം വരുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു, പിന്നെയും പഴയതോട്ട് പോകുന്നു. അപ്പോൾ ഓടി നടന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരല്ല. അവരെ പിശാചിന് ഏത് സമയത്തും ആക്രമിക്കാം. അവരുടെ കാര്യത്തിൽ ദൈവത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. കാര്യം അവരൊരു വിഷയത്തിൻ്റെ മേൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഓടി നടക്കുന്നവർ യേശുവിനെ അനുഗമിക്കുന്നവരല്ല. യേശുവിനെ അനുഗമിക്കുന്നവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ വചനത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ അവരുടെ കാര്യത്തിൽ ദൈവത്തിന് 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റത്തില്ല. കർത്താവ് ഇറങ്ങി വന്നിരിക്കും. നിങ്ങളെ വിടുവിപ്പാൻ സൈന്യങ്ങളുടെ യഹോവ ഇറങ്ങി വന്നിരിക്കും. രക്ഷിക്കപ്പെട്ടവൻ്റെ അതാണ് രക്ഷ എന്ന ശിരസ്ത്രം. നിങ്ങളെ തൊട്ടാൽ പിശാചിനോട് തമ്പുരാൻ പറയും, നീ വിവരം അറിയും. നിങ്ങളെ തൊട്ടാൽ ദൂതന്മാർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. രക്ഷിക്കപ്പെട്ടവനെ പറ്റി, മറ്റവരെ പറ്റി ഒരു ഗ്യാരണ്ടി ഇല്ല. അവരെ പറ്റിയാണ് യേശു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ട് അന്വേഷിക്കുന്നവരാ. അവരെപ്പറ്റി കർത്താവിനൊന്നും മിണ്ടാനില്ല. ഓക്കെ, നിങ്ങൾ അപ്പം നിന്നതുകൊണ്ട് സന്തോഷിക്കുന്നു, പക്ഷെ നശിച്ചു പോകാത്ത ജീവൻ്റെ അപ്പം ഭക്ഷിച്ചവരുണ്ട്. അതാണ് രക്ഷിക്കപ്പെട്ടവർ.
രക്ഷിക്കപ്പെട്ടവരുണ്ടെങ്കിൽ ഞാൻ കൂടെ പറയും, നിങ്ങൾക്ക് ഫുൾ ഗ്യാരണ്ടിയാണ്. ഒരനർത്ഥവും വരത്തില്ല, ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിൽ അടുക്കത്തില്ല. ആമേൻ. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള് ശ്രദ്ധിച്ചോണം. ഇതാണ് ഏറ്റവും പ്രധാന. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാക്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും വന്നത്. എങ്കിലും ഇതൊന്നും തൊട്ടു പോകാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഒരു വചനത്തിൽ നമുക്ക് നേരെ എബ്രായ ലേഖനത്തിലേക്ക് ഒന്ന് പോകാം. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള വാളുണ്ട്. നമ്മുടെ വീട്ടിൽ കറി എറിയുന്ന കത്തിക്ക് ഒരു വശത്ത് മൂർച്ചയും ഒരു വശത്ത് മൂർച്ചയില്ലാത്ത ഭാഗമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്ന് ഇരുവായ്ത്തലയുള്ള വാളാണ്. അപ്പം 2 വശത്തും അതിന് മൂർച്ചയുണ്ട്. അതാണ് നമ്മൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാളുകളാണ് ഈ 2 വശത്തും മൂർച്ചയുള്ളത്. നമ്മൾ അങ്ങനെ വീട്ടിൽ കറി എറിയാൻ ഉപയോഗിക്കത്തില്ല. നമ്മൾ കറിക്കരിയുന്നതിന് ഒറ്റ വശത്തെ മൂർച്ചയുള്ളൂ, മറ്റേ വശം നമുക്ക് ഉപയോഗമില്ല. ഇരുവായ്ത്തലെന്ന് പറഞ്ഞാൽ 2 വശത്തും എങ്ങനെ വന്നാലും വെട്ടും, എങ്ങനെ വെട്ടിയാലും മുറിയും. ഇതാണ് ഇരുവായ്ത്തലയുള്ള വാള്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, വചനമെന്ന വാളുകൊണ്ട് വെട്ടാൻ പറഞ്ഞാൽ വെട്ടാനുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓർത്തോണം, ഒരു പ്രശ്നം വരുമ്പോൾ വാളെടുത്ത് ഉറയിൽ വെക്കരുത്. നിങ്ങൾക്കറിയാം, ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി വരിക, യുദ്ധത്തിന് ചെല്ലുമ്പോൾ നമുക്കൊരു പഴയ കാലത്തിലേക്ക് അങ്ങ് പോകാം. ഈ എഫേസ്യ ലേഖനം എഴുതിയ AD 90 നമുക്കൊന്ന് പോകാം. ആ കാലഘട്ടത്തിൽ റോമൻ ഗവൺമെൻറ്റിനെതിരെ ഒരു യുദ്ധം വന്നാൽ വാൾ ഉറയിലിട്ടിരിക്കുന്ന പടയാളികൾ അവിടെ നിന്നാൽ എന്താ സംഭവിക്കുന്നത്? യുദ്ധം നടക്കുന്ന സമയത്ത് വാൾ ഉറയിലിട്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അവരെ കൊല്ലും. അവർക്ക് വെട്ടേക്കും, അവർ നശിച്ചു പോകും, അവർ മരിച്ചു പോകും. ഉറയിൽ വെക്കുന്ന വാളെടുത്ത് ഇവർ വെട്ടിയാൽ യുദ്ധം ജയിക്കും. അപ്പം നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ ജയിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വെട്ടുക, വെട്ടിക്കീറി മുന്നോട്ട് പോവുക. അപ്പം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശത്രു നിങ്ങളെ ആക്രമിക്കും, നിങ്ങളെ അവൻ പരാജയപ്പെടുത്തും. പകരം ഉറയിൽ നിന്നും വാളെടുത്ത് വെട്ടുക. അപ്പോൾ വചനം എന്ന വാളുകൊണ്ട് എങ്ങനെയാണ് വെട്ടുന്ന? പറ. കയ്യിലിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഉറയിലെ വാളെടുത്ത് നമുക്ക് വെട്ടാൻ കൈ മതിയെങ്കിൽ വചനം എന്ന വാളുകൊണ്ട് വെട്ടാൻ നമുക്ക് ഏത് ആയുധം വേണം? കണ്ടോ? അപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന ശത്രു നിങ്ങളെ വെട്ടും. ഒരു പ്രശ്നം വരുമ്പോൾ കണ്ണുനീര് തുറന്നിട്ട് ആ ഉറയിലെ വാളെടുത്തിട്ട് നാവ് കൊണ്ട് ഹൃദയത്തിലെ വചനം എടുത്തിട്ട്, ഇപ്പോൾ ഹൃദയത്തിൽ വാളില്ലെങ്കിലോ കൈ മാത്രം കൊണ്ട് വീശിയ ഒന്നും സംഭവിക്കത്തില്ല. ശത്രുവിൻ്റെ മൂർച്ചയേറിയ തന്ത്രത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. എന്നാൽ നാവ് എടുക്കണമെങ്കിൽ, നാവ് കൊണ്ട് വാളെടുക്കണമെങ്കിൽ ഹൃദയത്തിൽ വാള് വേണം. ഞാനിനി വചനം എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ലേ. ഹൃദയത്തിൽ വാളുണ്ടെങ്കിലേ നാവ് കൊണ്ട് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ എന്ത് ചെയ്തു? ശത്രുവെന്ന് എടുത്തുകൊണ്ട് പോകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം എടുക്കേണ്ടത് വാള. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം എടുക്കേണ്ടത് വാളാന്ന് പറ. ആമേൻ. പത്രോസ്ലീഹ കർത്താവിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ പടയാളികൾക്ക് എടുത്തോട്ട് ചെവി അറുത്തു. കർത്താവ് പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാല. ഏത് വാള പത്രോസ്ലീഹ എടുത്തത്? കയ്യിലെടുക്കാൻ പറ്റുന്ന വാള. ഇതെടുത്താൽ നിനക്കിട്ടും വെട്ടുകൊള്ളും. പക്ഷെ നാവിലൂടെ എടുക്കുന്ന വാളെടുത്താൽ നിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു ശത്രുവിനും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഇനി കേട്ടോണം, ഒരു പ്രശ്നം വരുമ്പോൾ വാളെടുക്കണം. പ്രശ്നം വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്നാൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കത് പെട്ടെന്ന് പറ്റുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ വചനം പറഞ്ഞ് ശീലിച്ചാൽ ഒരു ഗുണം പറയാം. എൻ്റെ മനസ്സിലെപ്പോഴും ഈ വചനം വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്കിപ്പം നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളുടെ കാലൊന്ന് സ്ലിപ്പായാൽ നിങ്ങൾ ആദ്യം വിളിക്കുന്ന പേരെന്തുവാ നാവി വരുന്നത്? ദൈവമേ എന്നൊക്കെ വിളിക്കുന്ന ഒരു ചുരുക്കമായിരിക്കും. പെട്ടെന്ന് നമ്മൾ വിളിക്കുന്ന എന്തുവാ? അമ്മേ എന്നൊരു വിളിക്കും. നമ്മളെല്ലാവരും ശീലിച്ചത് അമ്മേ. അപ്പം നമുക്കൊരു പെട്ടെന്നൊരു തെന്നലോ പെട്ടെന്നൊരു ബുദ്ധിമുട്ടോ വന്ന പെട്ടെന്ന് നമ്മൾ അമ്മയെന്ന് വിളിക്കും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥലത്ത് വന്നപ്പോഴേക്കും പെട്ടെന്നൊരു കാര്യം വന്നപ്പോഴേക്കും വൈഫ് ഇങ്ങനെ കർത്താവെന്ന് വിളിച്ചപ്പോഴേക്കും അവിടെ ഒരു കടക്കാരനായൊരു പുള്ളി പറഞ്ഞു, അതെന്നെ കർത്താവിന് വിളിക്കും, സാധാരണ എല്ലാവരും അമ്മയെന്നാണ് വിളിക്കുന്നത് പറഞ്ഞു. പുള്ളി ഉദ്ദേശിച്ച വേറൊന്നുമല്ല,
പുള്ളി എന്നോട് ഇങ്ങനെ പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ പുള്ളി ഇങ്ങനെ സാധാരണ അവർ മാതാവിനെ വിളിക്കുന്നത്, മാതാവേ എന്ന് വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അതപ്പോൾ കർത്താവിനല്ലേ നമ്മളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. മാതാവ് പോലും നമ്മളെ പഠിപ്പിച്ചത് വീഞ്ഞ് തീർന്നു പോയ സമയത്ത് കർത്താവിനോടാണ് വന്ന് പറഞ്ഞത്. കർത്താവിനോട് വന്ന് പറഞ്ഞു, കർത്താവേ ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. അപ്പം മാതാവിന് പറഞ്ഞത് നിമിത്തം കർത്താവ് എന്ത് ചെയ്തു? അവിടെ അത്ഭുതം ചെയ്തു. അപ്പം കർത്താവിനാണ് അവിടെ അത്ഭുതം ചെയ്യുവാൻ കഴിയുന്നത്. അപ്പം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വചനമില്ലെങ്കിൽ നമ്മളിരുന്ന് കരയും. കാരണം നമുക്ക് നാവിന് ആഗ്രഹമുണ്ട് ഒരു വാളെടുത്ത് അങ്ങോട്ട് ഈ പിശാചിനെ ഒന്ന് വെട്ടാൻ, ഈ പ്രശ്നത്തെ ഒന്ന് വെട്ടി കീറാൻ ആഗ്രഹമുണ്ടെങ്കിലും കൈ ഇടുമ്പോൾ ഉറയിൽ വാളില്ല. കൈയിടുമ്പോൾ ഉറയിൽ വാള് കിട്ടുന്നില്ല. ഹൃദയത്തിൽ വചനം എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ വാളെടുക്കാൻ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും പ്രശ്നം രൂക്ഷമാകുമ്പോൾ പ്രാർത്ഥനയിൽ ഭയങ്കര ആക്റ്റീവാകും. അവർക്ക് സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ദൈവം അത്ഭുതം ചെയ്യും, ചിലർപ്പം നിരാശപ്പെട്ടു പോകും. കാരണം അവർക്ക് പാനിക്കാകും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ദാനിയേലിൻ്റെ പ്രത്യേകത. ദാനിയേൽ 3 നേരം പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഒരു ദിവസം 3 നേരം പ്രാർത്ഥിക്കും. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ആയിരിക്കാം, നമുക്കറിയത്തില്ലെങ്കിലും ദാനിയേൽ 3 നേരം പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് സിംഹത്തിൻ്റെ കൂട്ടിക്കൊണ്ടിട്ടപ്പോഴും ദാനിയേലിന് ടെൻഷനൊന്നുമില്ല. നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ സിംഹത്തിൻ്റെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിലവിളിച്ച് കാറിക്കൂകി, എനിക്ക് ദൈവം വേണ്ട കർത്താവേ, ഞാനിവിടെ നിന്ന് എങ്ങാനും രക്ഷപ്പെട്ടാൽ മതി. പക്ഷെ ദാനിയേൽ പാനിക്കാകുന്നില്ല. ഞാനിപ്പോഴും ആ വചനം വായിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദാനിയേലേ, ജീവനുള്ള ദൈവം നീ ഇടവിടാതെ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ പ്രാപ്തനാണോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി ഓർത്തുകൊണ്ടിരുന്നത് ദാനിയേലിൻ്റെ ഒച്ച അനക്കും ഒന്നും കേൾക്കുന്നില്ല. പിന്നെയാണ് ദാനിയേൽ മറുപടി പറയുകയാണ്, രാജാവേ, ഞാനിവിടെ ഉണ്ട് കേട്ടോ. എന്നെ കൂളായിട്ടാണ് മറുപടി പറയുന്നത്. അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? പ്രാർത്ഥിക്കുകയും വചനം പറയുകയും ചെയ്യുന്നവൻ പ്രശ്നം എപ്പോൾ വന്നാലും അവൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അവനറിയാം ഇതിനെ വെട്ടിക്കീറുന്നത് എൻ്റെ ആയുധം, മൂർച്ചയുള്ള ആയുധം, തുരുമ്പെടുത്ത ആയുധമല്ല, മൂർച്ചയുള്ള ആയുധം എൻ്റെ ഉറയിൽ കിടപ്പുണ്ട്. ആ പ്രശ്നം നീങ്ങുമെന്നേ. ഇപ്പോൾ വന്നേക്കുന്ന പ്രശ്നമുണ്ടല്ലോ, അത് നീങ്ങും. അല്ലാതെ എവിടെ പോകാനാ? പറ, അല്ലാതെ എവിടെ പോകാൻ? എൻ്റെ കൂടെ പറ, ഈ പ്രശ്നം തീരുക തന്നെ ചെയ്യുന്നു. പറ, ചിലർ പറയും ഇതൊന്നും മാറാൻ പോകുന്നില്ല, ഞാനിത് ചത്താലും തീരത്തില്ല. അപ്പോൾ നിങ്ങൾ ചാകുന്ന നല്ലത്. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭാവിക്കട്ടെ. കറക്റ്റാ, അവൻ്റെ തന്ത്രത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോയി. ചിലർ പറയുന്നില്ല, വിശ്വാസത്തിൽ വന്നിട്ട് എല്ലാവരും പറയും, എൻ്റെ ബ്രദറെ, ഞാൻ ചത്താൽ ഈ വിഷയം തീരത്തില്ല. കറക്റ്റാ, നിങ്ങൾ വിശ്വസിച്ചു, അത് തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീരത്തില്ല. പറയണം, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നിങ്ങൾ എന്തു പറയുന്നോ അതാ നിങ്ങളുടെ വാള്. ശ്രദ്ധിച്ച് ഓർത്തോണം, ശത്രുവിൻ്റെ കയ്യിലോട്ട് നമ്മൾ വാള് കൊണ്ടു കൊടുത്തിട്ട് എന്നെ വെട്ടിക്കുമെന്ന് പറയുക. നിങ്ങൾ പലപ്പോഴും പറയത്തില്ല, നമ്മൾ പറയാം, ബ്രദറെ, എൻ്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാ ബ്രദറെ. ഓർത്തോളം, നിങ്ങളൊരു യുദ്ധത്തിലാണെന്ന് മറന്നു പോകരുത്. അബദ്ധത്തിൽ വായെന്ന് വന്നാൽ അപ്പം തന്നെ ക്യാൻസൽ ചെയ്യും. നിങ്ങൾ യുദ്ധത്തിലാണ്. മുന്നോട്ട് ജീവിക്കേണ്ടേ നമുക്ക്? തട്ടിമുട്ടിയും ജീവിച്ചാൽ മതിയോ? അല്ല, എനിക്ക് ജീവനിൽ വാഴണം, എനിക്ക് നന്മ കാണണം, എനിക്ക് ദൈവത്താൽ സാക്ഷിയാകണം, എനിക്ക് യേശുവിൻ്റെ സാക്ഷിയാകണം, നന്മയും കരുണയും എനിക്ക് കാണണം, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എനിക്ക് കാണണം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളതോടെ ഞാൻ ഈ പറയുന്നത്. പിശാചിൻ്റെ ഇടിയും കൊണ്ട് തട്ടിയും മുട്ടിയും ജീവിക്കാൻ വേണ്ടി അല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ്റെ മേൽ വാഴാനും ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാനും വേണ്ടി. ലോകത്തിൻ്റെ വെളിച്ചം കണ്ടോ, ഇട്ടാവട്ടത്തെടുത്ത് കറങ്ങാൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ, റെഡിയായിക്കേ ലോകത്തിൻ്റെ അറ്റത്തോളം പോകാൻ വേണ്ടി. ഇതാണ് വാക്തത്വം കിടക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കണം. ഇന്ന് മുതൽ എന്തെങ്കിലുമൊക്കെ വചനം കേട്ടിട്ട് അതിൻ്റെ വിരുദ്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുമായിരുന്നു, നമ്മൾ ഈ ആവശ്യത്തോടെ ഞാൻ ഈ സുവിശേഷം പറയുന്ന സമയത്ത് ഞാനും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയ്ക്കിലേക്ക് ആൾക്കാർ ഇതൊക്കെ ഈ ആരംഭശൂരത്വം 3 മാസമേ കാണത്തുള്ളൂ. ഞാൻ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞ്, കള്ള പിശാശെ, ഈ വ്യക്തികളിലൂടെ ഇടപെടുന്നതിൻ്റെ തന്ത്രത്തെ വെട്ടും. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ടെൻഷനാണ്. ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒന്നെങ്കിൽ ദൈവം വീഴണം. ശ്രദ്ധിച്ചേ, ദൈവത്തിന് വീഴാൻ പറ്റത്തില്ല, കാര്യം ദൈവം സർവശക്തനാണ്. വീഴാതെ തന്നെ എന്നെ സൂക്ഷിച്ചു. എൻ്റെ അഹങ്കാരമല്ല കേട്ടോ. ദൈവത്തിന് എന്നെ സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളിപ്പം വിശ്വാസ ജീവിതത്തിൽ നിന്നിട്ട് വല്ലോ കാര്യമുണ്ടോ? നിങ്ങൾ ആദ്യം വിശ്വസിക്കണം, കർത്താവ് എന്നെ നിർത്തും. ദൈവം നിർത്തിയില്ല, എനിക്ക് നിൽക്കാൻ കഴിയത്തില്ലെന്ന്. ദൈവം നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്കോ എനിക്കോ നടക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ആർക്കും എന്നെ സഹായിക്കാൻ കഴിയത്തില്ല. ഈ ദൈവം എൻ്റെ കർത്താവാണ്.
അപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, കർത്താവിലുള്ള വ്യക്തികൾ വചനം എന്ന വാളുകൊണ്ട് വെട്ടണം. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ ഞാൻ വചനം പറയുന്നുണ്ട്, ബ്രദറെ വചനം പറയുന്നുണ്ട്. ഒരു സഹോദരി എല്ലാ ദിവസവും എനിക്കിങ്ങനെ പ്രയർ റിക്വസ്റ്റ് അയക്കും. ഇന്ന് ഞാൻ സഹോദരി പറഞ്ഞു, സഹോദരി ഇനി പ്രയർ റിക്വസ്റ്റ് അയക്കേണ്ട, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം കേട്ടാൽ മതി. കേൾക്കുന്നുണ്ട് ബ്രദറെ, ഞാൻ വചനം പറയുന്നുണ്ട് ബ്രദറെ. അപ്പോൾ വചനം പറയുന്നുണ്ടെങ്കിൽ പ്രശ്നം പിന്നെ പറയണ്ട. ഒന്ന് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഒരു 6-7 മാസത്തോളം മുടങ്ങാതെ എല്ലാ ദിവസവും എനിക്ക് പ്രയർ റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. അത് പ്രയർ റിക്വസ്റ്റ് അയച്ച ഉടനെ ഒരു 2-3 കോളും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ വ്യക്തിയെ മനസ്സിലാകുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രയർ റിക്വസ്റ്റ് കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കും പ്രയർ ഇട്ട ഉടനെ. അപ്പം ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ആ വിഷയം കർത്താവ് ഇന്ന് ഞാൻ മെസ്സേജ് അയച്ചു, സൗകര്യം ധൈര്യമായിട്ടിരിക്കുക, വചനം എന്ന വാളുകൊണ്ട് വെട്ടുക. ഞാനിത് പറയുന്നുണ്ട് ബ്രദർ. അപ്പം വെട്ടിയിട്ടും ബ്രദറെ അത് പോകുന്നില്ലെങ്കിൽ അതിന് നമ്മൾക്കറിയാം, നമ്മൾ വലിയൊരു തെങ്ങ് വെട്ടണമെങ്കിൽ എത്ര വെട്ട് വെട്ടണം പറ? കോടാലി കൊണ്ടൊരു തെങ്ങ് വെട്ടണം എത്ര വെട്ട് വേണം? ഒത്തിരി വെട്ടണം. ഒത്തിരി വെട്ടണം. ഒരു പേരയുടെ കമ്പ് വെട്ടാൻ വേണ്ടിയോ? ഒരു പേരയുടെ കമ്പ് വെട്ടാനോ? കുറച്ച് വെട്ടിയാൽ മതി. പോട്ടെ. ഇനി ഒരു റോസാപ്പൂവിന്റെ തണ്ട് വെട്ടാൻ എത്ര വെട്ട് വെട്ടണം കോടാലി കൊണ്ട്? ഇനി ഒടിക്കണ്ട, വാളുണ്ടല്ലോ കയ്യിൽ, വെട്ടിയേക്കാം നമുക്ക്. അപ്പൊ കണ്ടോ വ്യത്യാസം കണ്ടോ? ഓരോന്നിനും വെട്ട് കൂടുതൽ വേണം. ഒന്ന് വചനം പറഞ്ഞ് ബ്രദറെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും സംഭവിക്കുന്നത്, പക്ഷേ ബ്രദറെ ഞാൻ വേറൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പെട്ടെന്ന് നടന്നു. അപ്പം അതിന് ആ വെട്ട് മതിയായിരുന്നു, ആ ഒറ്റ വെട്ടേ തീർന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് നടന്നത്. ചിലതിന് ഇച്ചിരി വെട്ട് കൂടുതൽ വേണം. വചനം എന്ന വാളുകൊണ്ട് വെട്ടാനാ പറയും. എത്ര വട്ടമെന്ന് യേശു പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഇച്ചിരി വെട്ട് കൊള്ളേണ്ടി വരും. അപ്പോൾ പലപ്പോഴും 2 വെട്ട് വെട്ടിയിട്ട് നമ്മൾ വലിയ ആഞ്ഞിലിമരം വീഴുന്നില്ലോ എന്ന് പറയുന്ന പോലെ ഇവിടെ നിൽക്കുന്നത്. ബ്രദറെ ഞാൻ 5 പ്രാവശ്യം വെട്ടി ബ്രദറെ, എന്നിട്ടും അത് മുറിയുന്നില്ല. അതിന് ഇച്ചിരി വലിപ്പം ഉണ്ടെന്ന്, ഇച്ചിരി അങ്ങ് വെട്ട് നിന്നുകൊണ്ട് ആ വചനമെന്ന ഒരു കാര്യം ഉറപ്പാണ്, മാറിയും. വെട്ടാൻ തുടങ്ങിയോ? നമുക്കറിയാം, മരം വെട്ടുകാരൊക്കെ ചെയ്യുന്നത് നോക്കി നിങ്ങൾ വല്ലപ്പോഴൊക്കെ മരം വെട്ടുന്ന ആൾക്കാരൊക്കെ വെട്ടുന്ന ഒന്ന് പോയി നോക്കണം. അവർ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. അവർ 2 വെട്ടി വെട്ടിയിട്ട് അവർ പറയും, ഓ ഇത് നടക്കുന്ന കേസല്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് അവർ പോവുമോ? അവർ വന്ന് ആ മരത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് പറയും 2 ദിവസത്തെ പണിയുണ്ടെന്ന് പറയും. അതിൻ്റെ കാരണം എന്താ? അവർക്ക് മനസ്സിലായി ഇത് ഇച്ചിരി വെട്ട് കൂടുതലാണ്. വിശ്വാസി ഇത് ഇതാണ് ആത്മയുദ്ധം എന്ന് പറയുന്നത്. ഒരു തവണ പ്രാർത്ഥിച്ച് കിട്ടില്ല. യേശു പറഞ്ഞില്ലേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. ഇതിൻ്റെ അർത്ഥം അതാ. ചിലപ്പോൾ ഒരു വെട്ടേ തീരാത്ത കേസ് ഉണ്ടെന്നേ. ചില കേസ് ഒറ്റ വെട്ടേ തീരും. ചില വെട്ട് മാറുന്നില്ലെങ്കിൽ നിർത്തരുത്, വെട്ടി വീഴ്ത്തുന്നത് വരെ. കാര്യം മൂർച്ചയുള്ള ആയുധം കയ്യിലിരിപ്പുണ്ട്. മൂർച്ചയുള്ള ആയുധം കയ്യിലുണ്ട്. വചനം എന്ന വാളുകൊണ്ട് വെട്ടണം. അപ്പോൾ 2 ദിവസം പറഞ്ഞു, ഒരാഴ്ച കൊണ്ട്. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ മരപ്പണിക്കാർ കൂടെയൊക്കെ പോകണം കേട്ടോ. മരം വെട്ടുകാർ കൂടെയൊക്കെ പണിക്ക് പോകണം വല്ലപ്പോഴൊക്കെ. അല്ലെ കാണാൻ വേണ്ടി ഒന്ന് പോവും. അവരുടെ ക്ഷമയൊന്ന് കണ്ടു നോക്കി. ആഞ്ഞിലെയൊക്കെ വെട്ടി മറിക്കും അവർ. 1-2 വെട്ടുമല്ലാണ്, നിന്നങ്ങ് വെട്ടും. അത് മറിക്കാതെ അവരവിടുന്ന് പോകത്തില്ല. അതേപോലെ വചനമെന്ന വാളുകൊണ്ട് വെട്ടിക്കോണം. വെട്ടിക്കീറി നിങ്ങളതിനെ മുന്നോട്ട് പൊക്കോണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ അതുകൊണ്ടാണ് ചില പറയത്തില്ല, ബ്രദറെ ഇങ്ങനെ മറ്റേ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് അത്ഭുതം നടന്നു. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര അത്ഭുതം. എൻ്റെ വിഷയത്തിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. സഹോദരി നല്ല വെട്ട് കൊള്ളാനുണ്ട്. നല്ല ഒന്നാന്തരം മരവാണ് കിടക്കുന്നത്. വെട്ടി അങ്ങ് കയറിക്കൂ. കാര്യം ആ സഹോദരിക്ക് ചെറിയ എന്തോ ഒരു റോസാപ്പൂവിൻ്റെ തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒറ്റ വെട്ട തീർന്നത്. പലപ്പോഴും തിരിച്ചറിയണം കേട്ടോ, നിങ്ങൾ പറയുന്ന വചനത്തിന് മൂർച്ചയുണ്ട്. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അവൻ പല തന്ത്രങ്ങൾ മെനയുന്നുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, വിശ്വാസം എന്ന പരിചയം ഉയർത്തിപ്പിടിച്ചങ്ങ് വെട്ടുക. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ഈ ബൈബിള് നിങ്ങൾ വായിക്കുന്ന സമയത്ത് ദീർഘക്ഷമയോടെ ഫലം കൊടുക്കുന്ന പറയുന്നൊരു വാക്യമുണ്ട്. നമുക്കൊരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന്, ഞാൻ പറഞ്ഞ സമയം നമ്മുടെ കൈക്ക് സത്യം പറഞ്ഞ് നേരത്തെ ഒരു 15 മിനിറ്റുള്ളിൽ നിർത്താൻ വേണ്ടിയായിരുന്നു എൻ്റെ ആഗ്രഹം. കയറിപ്പോയതുകൊണ്ട് 4 മണിക്ക് തുടങ്ങി, ഇപ്പോൾ 4:40 3/4 മണിക്കൂർ ഓടിപ്പോയി. ആമേൻ. എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ട്, ഞാൻ ആ വാക്യം വേഗത്തിലെടുക്കാം. നിങ്ങൾ മുമ്പേ നിങ്ങളുടെ വിശ്വാസത്തിൽ അനുകാരികളായവരുടെ അനുഗമിക്കുന്നൊരു വാക്യമുണ്ട്. ലൂക്കോസ് എബ്രായ ലേഖനത്തിൻ്റെ അകത്ത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. ഈ വാക്യം മുതൽ നോക്കാം.
ആ വാക്യമല്ല, എബ്രായത്തിലെ വാക്യമുണ്ട്. നിങ്ങൾ മുമ്പേ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ അവകാശികളായവർ അനുകാരികളാകുവിൻ എന്നൊരു വാക്യമുണ്ട് എബ്രായ ലേഖനത്തിൻ്റെ അകത്ത്. ആ വാക്യം ഒന്ന് പെട്ടെന്ന് എടുക്കാവോ? മുമ്പേ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ അവകാശികളാക്കുന്നവരുടെ അനുകാരികളാകുവിൻ എന്ന് എബ്രായ ലേഖനത്തിൻ്റെ അകത്ത്, എബ്രായ 6-ാം അധ്യായത്തിൻ്റെ അകത്തെ വാക്യമാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ്. ഓക്കെ, നിങ്ങളോട് നോക്കി. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണം. അപ്പം ദീർഘക്ഷമ വേണം. രാവിലെ ആഞ്ഞു വെട്ടാൻ വന്നപ്പോഴേക്കും മരപ്പണിക്കാരൻ പെട്ടെന്ന് വന്ന് കോളാലെല്ലാം കൊണ്ടുവച്ചിട്ട് പറയും, ഓ ഇതൊന്നും തീരാൻ പോകുന്നില്ല, ഞാൻ വീട്ടിൽ പോവാം. അല്ല, മന്ദതയുള്ളവരാകാതെ ഈ പണി തീർക്കാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയുന്ന ഒരു പണിക്കാരനെ പോലെ ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയവരുടെ അനുകാരികളായി തീരണം. തോറ്റവനെ നോക്കരുത്, തോറ്റുപോയതല്ല നോക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പലപ്പോഴും ബ്രദറെ, എൻ്റെ അതേ വിഷയത്തിൻ്റെ അകത്ത് പ്രാർത്ഥിച്ച വ്യക്തി ചത്തുപോയി ബ്രദറെ, എൻ്റെ അതേ വിഷയത്തിൻ്റെ അകത്ത് പ്രാർത്ഥിച്ച വ്യക്തി പിന്മാറ്റത്തിൽ പോയി ബ്രദറെ, എൻ്റെ അതേ വിഷയത്തിൻ്റെ അകത്ത് പ്രാർത്ഥിച്ച വ്യക്തി ഇന്ന് വിശ്വാസത്തിൽ പോലുമില്ല ബ്രദറെ. അവരെ അല്ല നോക്കേണ്ടത്, വിശ്വാസത്തിൽ ജയിച്ചവരെ നോക്കണം, പരാജയപ്പെട്ടവരെ നോക്കരുത്. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പറ, മരിച്ചവരെ ഒരു ലാസർ ഉണ്ടല്ലോ, നമുക്ക് മരിച്ചു ഉയർത്തെഴുന്നേറ്റ പിടിക്കണം കയറി. ഒരു 12 വർഷമായി രക്തസ്രാവക്കാരുണ്ടല്ലോ, പിടിക്കണം കയറി. ഒരു ശുനൈനക്കാരത്തി സ്ത്രീ ഉണ്ടല്ലോ, എൻ്റെ മകളെ സൗഖ്യമാക്കാറ് യേശുവെ, ഞാൻ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടി കൊടുക്കുമോ, എൻ്റെ മകൾ സൗഖ്യം കിട്ടാൻ ഇവിടെ നിന്ന് പോകത്തില്ല. നമ്മുടെ മുമ്പിൽ ഒരു യാക്കോബുണ്ട്. ഇന്ന് തോമസ് അവർ പ്രാർത്ഥിച്ചത് പോലെ, അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയുന്ന ഒരു യാക്കോബ് നമുക്കുണ്ട്. തീയുടെ ബലത്തെ കെടുത്തിയ വിശ്വാസ വീരന്മാരുണ്ട്. ദാവീദിനെ പോലെയുള്ള സിംഹത്തിന്റെ വായ അടച്ച ദൈവത്തിന്റെ ശക്തന്മാരായ അഭിഷക്തന്മാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ അനുകാരികളായവരെ തപ്പിയെടുക്കുക. ക്ഷീണിച്ചു പോകുമ്പോൾ, വിശ്വാസത്തിൽ ക്ഷീണിക്കുമ്പോൾ കണ്ണടച്ചിട്ട് കാണേണ്ടത് നിരാശപ്പെട്ട ചരിത്രമല്ല, വിശ്വാസ വീരന്മാരായ ബൈബിളിലെ അഭിഷക്തന്മാരെ നോക്കണം. ആണ് നമ്മൾ സാക്ഷ്യം പറയാൻ വേണ്ടി സമയം കൂടുതൽ എടുക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ പറയണം, ഈ സാക്ഷ്യം കർത്താവെ കേൾക്കും, എനിക്കൊരു ബലമാണ്, എൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവം ചെയ്യും. അങ്ങനെ ബൈബിൾ പറയുന്നു, അങ്ങനെ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിൽ ദീർഘക്ഷമ. ഇപ്പം മനസ്സിലായോ? അപ്പം പ്രാർത്ഥിച്ചിട്ട് വചനം പറഞ്ഞിട്ട് ചില വിഷയങ്ങൾ മാറുന്നില്ലെങ്കിൽ ഓർത്തോണം, ഇച്ചിരി വെട്ടേണ്ട വിഷയമാണിത്. ഇച്ചിരി സമയമെടുക്കും, ഇച്ചിരി വെട്ട് കൂടുതൽ എടുക്കേണ്ടി വരും. ഒന്ന് കൂടെ പറഞ്ഞ്, ഇച്ചിരി വെട്ട് കൂടുതൽ വെട്ടേണ്ടി വരും എന്ന് പറ. ആമേൻ. അപ്പൊ ഇനി മുതൽ ആരും പരാതി പറയരുത്, ബ്രദറെ വചനമൊക്കെ ഞാൻ പറയുന്നുണ്ട് ബ്രദറെ എന്നിനി സങ്കടത്തോടെ പറയരുത്. ഇത് വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ പറയണം, ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുക ബ്രദറെ. മാറിയും എന്തായാലും ഉറപ്പാ. കാര്യം പകുതി മുറിഞ്ഞു, പകുതി മുക്കാലും ഞാൻ വെട്ടിക്കീറിയിട്ടുണ്ട്. ഇത് മാറിയും വേരോടെ മറിഞ്ഞ് താഴെ വീണിരിക്കും. ഇതാണ് ദീർഘക്ഷമയുള്ളവരാകണമെന്ന് പറഞ്ഞത്. മടുത്തു പോകരുതേ. ഒരു പണിക്കാരൻ വന്നിട്ട് പുള്ളി മടുത്തു പോകത്തില്ല, പുള്ളി പറയും ഞാൻ മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അപ്പം ഈ വചനം കേൾക്കുമ്പോൾ ഇതാണ് ഈ സർവായുധ വർഗമെന്ന് എഫേസ്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഉപമകളിലൂടെ കർത്താവ് അത് വെളിപ്പെടുത്തി തരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം. ഈ ദിവസങ്ങളിൽ ഒരു പ്രശ്നം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്ത് മടുപ്പ് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, നല്ല വെട്ടിന് വേണ്ടിയുള്ളതാണ്. വെട്ടി മറിക്കുന്നവരാ വിശ്വാസി. നിങ്ങൾക്ക് പിശാചിനെ ചവിട്ടി മെതിക്കുവാൻ അധികാരമുള്ളവരാ. ഓറയിൽ കിടക്കുന്ന വാളെടുത്തേ, ആ വചനമൊക്കെ ഒന്ന് പറയാനൊന്ന് ശ്രമിച്ചേ. യേശു അത്ഭുതം ചെയ്യുമെന്ന് പറയണം. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. എൻ്റെ കർത്താവ് ഈ വചനമല്ല എന്നെ കേൾപ്പിച്ച് ഈ വാളെല്ലാം തന്നത് ഉറയിലിടാൻ വേണ്ടിയല്ല, എടുത്തുപയോഗിക്കാനാ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നൊരു വചനം കണ്ട ആരെങ്കിലും ഉണ്ടോ? ഇന്നേ വരെ ജീവിതത്തിൽ ആരെങ്കിലും ആ വചനം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാള് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ കുടുംബമായിട്ട് യേശുവിനെ വെട്ടിക്കേ, ആ തടസ്സത്തെ ഒന്ന് വെട്ടിക്കേ, വെട്ടി മുറിച്ചിട്ട് പറ, ഇത് മൂർച്ചയുള്ള എൻ്റെ വാളാ, ഈ വാൾ കൊണ്ട് വെട്ടിക്കേ. സൗഖ്യത്തിൻ്റെ വാളെടുത്ത് അങ്ങ് വെട്ട്, രോഗസൗഖ്യത്തിൻ്റെ വാളെടുത്തിട്ട് ഈ വാള് ദൈവം എനിക്ക് തന്നതാ, സൗഖ്യമാകുന്നത് വരെ ഞാൻ വെട്ടിക്കീറിക്കൊണ്ടിരിക്കും. രോഗമേ നിന്നെ ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും നിന്റെ ശക്തിയെ വെട്ടിക്കീറി ഞാൻ എൻ്റെ അത്ഭുതത്തെ കാണുക തന്നെ ചെയ്യും.
ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഒരു വിഷയം പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് നടക്കുകയും മറ്റ് വിഷയം പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വരുന്നതിൻ്റെ കാരണം മനസ്സിലായി? ഇപ്പോൾ എത്രവർക്ക് ഇത് ക്ലിയർ ആയി? ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതോ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായോ? ആമേൻ. അപ്പോൾ ഇനി സങ്കടപ്പെടരുത്. തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ബ്രദറെ, തലവേദന പോയില്ല, പക്ഷെ കാലുവേദന ഭയങ്കര വരുന്നത്, അത് പെട്ടെന്ന് പോയി. അപ്പോൾ ആ തലവേദനയ്ക്ക് കുറച്ച് വെട്ട് കൂടുതൽ കൊള്ളണം. ചിലർ പറയും ബ്രദറെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ വിഷയത്തിന് വേണ്ടി മാറ്റമില്ല. അപ്പം നിങ്ങൾക്ക് കുറച്ച് വെട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയാന്നേ. ഒന്നും പേടിക്കണ്ട, നിങ്ങൾ നല്ലതായിട്ട് വെട്ടുന്ന ആൾക്കാരാണ്. ഉറയിൽ നല്ല മൂർച്ചയുള്ള വാള കിടക്കുന്നത്, വെട്ടുക. ഇതിനൊരു കേടുപാടും വരത്തില്ല, ഇത് തുരുമ്പെടുക്കത്തില്ല, മൂർച്ച പോകത്തില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫെബ്രുവരി നടക്കുന്ന മീറ്റിംഗ് നമുക്കിനി എത്ര ദിവസം കൂടി ഉണ്ടെന്ന് പറഞ്ഞേ. കണക്കും എല്ലാം കൂട്ടുന്നുണ്ടോ നിങ്ങൾ? ഇനി എത്ര ദിവസമുണ്ട് നമ്മൾ നേരിട്ട് കാണാൻ? 18 ദിവസമുണ്ടോ? 24. ഒരു മാസം. ആ, ഇനി 25 ദിവസം കൂടെ ഉള്ളൂ. മറന്നു പോകല്ലേ, 25 ദിവസം കൂടെ ഉള്ളൂ. അപ്പം കർത്താവിൻ്റെ കൃപയാൽ നല്ല ഒന്നാന്തരം ഓഡിറ്റോറിയങ്ങളാണ് നമ്മളെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. കോട്ടയത്തും കൊല്ലത്തും എല്ലാ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ കൃപയാൽ ഏറ്റവും മനോഹരമായ ഹോളുകളും ഓഡിറ്റോറിയങ്ങളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ വരെ ഏകദേശം എല്ലാ ഹോളും എനിക്ക് തോന്നുന്നത് 700, 500, 1000 പേര് കൊള്ളുന്ന ഹോളുകളാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എത്ര പേര് വന്നാലും സന്തോഷമാണ്. എങ്കിലും നിങ്ങൾക്ക് എത്ര പേര് വന്നാലും ഇരിക്കാൻ അവിടെ സൗകര്യമുണ്ട്. ഇനി നിങ്ങൾ സന്തോഷത്തോടെ വരിക, ഒരു നഷ്ടവും വേണ്ട. വല്ലപ്പോഴും ഇങ്ങനെ കൂടാൻ പറ്റുന്നത് മിസ്സാക്കരുത്. വലിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും ദൈവം ഇടയാക്കും. കർത്താവിൻ്റെ മക്കൾ, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓരോ സ്ഥലത്ത് അവിടെ വരുന്നത് ആ പട്ടണത്തിന് അനുഗ്രഹമാണ്. നിങ്ങൾ കാല് കൊട്ടുന്നത് പട്ടണത്തിന് അനുഗ്രഹമാണ്. അവിടുത്തെ സകല പ്രവൃത്തികളും നിങ്ങൾ കാലുകുത്തിയാൽ, ബൈബിൾ പറഞ്ഞ വാക്കിൽ ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ യഹോവ പട്ടണത്തെ നശിപ്പിക്കത്തില്ല. അപ്പോൾ ഒന്നും മറന്നുപോലെ ഫെബ്രുവരി നടക്കുന്ന മീറ്റിങ്ങുകൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ നാമമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾക്ക് വേണ്ടി. എൻ്റെ കൂടെ ഇതിനു വേണ്ടി നമുക്ക് കർത്താവിൻ്റെ വേലയിൽ, ഞാൻ പലപ്പോഴും അത് പറയാൻ വിട്ടു, ഭർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളിന്ന് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവ്, ഇന്ന് അവരുടെ ഞെരുക്കത്തിൽ വിതച്ചവരുണ്ട്, എന്നാൽ അവരുടെ ഇല്ലായ്മയിൽ നിന്നും ഉള്ളതിൽ നിന്ന് വിതച്ചവരുണ്ട്. എല്ലാ മാസങ്ങളിലും അവരുടെ നന്മ ലഭിക്കുന്നതിൻ്റെ അകത്ത് ഒരു ഓഹരി മാറ്റിവെച്ച് ദശാംശമായി വിതയ്ക്കുന്നവരുണ്ട്. അവരെല്ലാം ബ്ലസ് ചെയ്യുന്ന കർത്താവ്, വ്യക്തിപരമായിട്ട് എല്ലാവർക്കും മറുപടി തരാൻ കഴിയുന്നില്ലെങ്കിലും കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നപ്പോൾ ആ വിതകൾ ഒരനുഗ്രഹം. വരാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനകളിലും ആ കസേരയിൽ വന്നിരിക്കുന്ന ഓരോ ആത്മാവിൻ്റെയും വിടുതൽ ആ വിതയ്ക്കകത്തുണ്ടല്ലോ. അപ്പോൾ ദൈവമാണല്ലോ പ്രതിഫലം കൊടുക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഒരു നന്മയും കുറഞ്ഞു പോകത്തില്ല, ഒരു നന്മയും കുറഞ്ഞു പോകത്തില്ല. മുന്നോട്ടും വിതയ്ക്കുന്നവരെല്ലാം ബ്ലസ് ചെയ്യുന്ന കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കലത്തിലെ മാവ് കുറയത്തില്ല, എണ്ണ വറ്റത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ ഈ ഒരു വീടിൻ്റെ അകത്ത് തന്നെ ഹോളിൽ തന്നെ ആർച്ച് പോലത്തെ, ഈ നമ്മളിങ്ങനെ ആർച്ച് വളച്ച് വെച്ചേക്കുന്നത് പോലെ ഒരു വാതിൽ, അതിൻ്റെ അകത്ത് ഒന്നും ഇട്ടിട്ടില്ല, ഡോറൊന്നുമില്ല, പക്ഷെ ഹോളിൽ തന്നെ, മെയിൻ ഹോളിൽ തന്നെ ആർച്ച് പോലെ വളച്ചു വെച്ചിരിക്കുന്ന ഒരു വാതിലുള്ള ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുവാണ്. ആ വീടുമായി ബന്ധപ്പെട്ട്, ആ വീടിൻ്റെ അകത്തുള്ളൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് മഞ്ജു എന്ന് പേരുള്ള ഒരാളെ കർത്താവ് കാണിക്കുവാണ്. വീട്ടിലുള്ള ആളോട് എനിക്ക് അറിയത്തില്ല, പക്ഷേ ആ വീട്ടിൽ ഉള്ള വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ ഉള്ളതാണ് ഈ മഞ്ജു എന്ന് പറയുന്നത്. ഈ വീട്ടിലൊരു പെൺകുട്ടിയും കൂടെ ഉള്ളതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആരാന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് കർത്താവ് തൊടുകയാണ്. എന്റെ ചേച്ചിയുടെ വീട്, അവിടെ മഞ്ജു ഉണ്ട്, മോളും ഉണ്ട്. ആ മോക്ക് വേണ്ടിയാ ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച് രോഗസൗഖ്യം കിട്ടിയെന്ന് സാക്ഷ്യം പറഞ്ഞേ. ഈ മഞ്ജുവിന്റെ വീടാണോ അത്? അതെ അതെ. ഈ പറഞ്ഞ അടയാളം ഇപ്പൊ പറഞ്ഞതുപോലെ ആ വീട്ടിലുണ്ടോ? ഉണ്ട്. ഇന്ന് ഉണ്ട്. കർത്താവിന് തൊടുക കേട്ടോ, വീട്ടിനെ കർത്താവ് തൊടുക. യേശുവേ നന്ദി കർത്താവ്, ഇന്ന് ആ ഭവനത്തെ ബ്ലസ് ചെയ്ത് ഈ വ്യക്തിക്ക് വേണ്ടിയാണ് കേട്ടോ ഇന്ന് കർത്താവ് ആലോചന ഇടപെട്ടത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനൊരു വീടിൻ്റെ അകത്ത് തന്നെ, വീടിൻ്റെ
കയറി വരുന്ന ഹോളിൽ തന്നെ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ കയറിയ വ്യക്തി ഇടതുവശത്ത് ഇടത് കൈ ഇങ്ങനെ നീട്ടിയാൽ ആ ഇടത് കൈ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു റെഡ് കളറിലെ ഫ്രിഡ്ജ് ഇരിക്കുന്ന ഒരു ഹോളിൽ തന്നെയാണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത്. ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. റെഡ് കളറിലെ ഈ ഫ്രിഡ്ജിൻ്റെ മുകളിലൊരു തുണി കൊണ്ടിങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഇട്ടിട്ടുണ്ട്. കർത്താവ് ഇന്ന് ആ ഒരു ഭവനത്തിൽ ഞാൻ കാണുന്നത് ആ ഫ്രിഡ്ജ് അടുത്ത് നിൽക്കുന്ന ഒരു സഹോദരീനെ കർത്താവ് എന്നെ എടുത്ത് കാണിക്കുകയാണ്. ഞാൻ ഈ അടയാളം കാണുന്നത് ഫ്രിഡ്ജിൻ്റെ വിഷയമൊന്നും അല്ലേ പറയുന്നത്, വീടിൻ്റെ അകമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഈ കേൾക്കുന്ന വ്യക്തിക്ക് ഒരു മകനെ കർത്താവ് എന്നെ കാണിക്കുന്നു. അവൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് തുറക്കുക എന്ന് പറയുന്നു. അവൻ്റെ ഭാവിയെ ദൈവം തൊടുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവനെ ഓർത്തിനി ആകുലപ്പെടേണ്ട, ദൈവം ആ വ്യക്തിയെ തൊടുന്നു. സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ എന്നെ കേൾക്കുന്ന ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ആ മകന് വേണ്ടി ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ദൈവം ഇന്ന് അവൻ്റെ ഭാവിയെ തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് അവിടെ തൊടുന്നല്ലോ അപ്പാ. വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് അവിടെ ചെയ്യുന്നല്ലോ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ നിന്ന്. സിസ്റ്റർ ഈ പറഞ്ഞ അടയാള സിസ്റ്ററുടെ വീടാണോ? അതെ അതെ. ഈ പറഞ്ഞ പോലെ എല്ലാം ആണോ വീടിൻ്റെ അകം ഇരിക്കുന്നത്? എടുത്തോ, ഇന്ന് ഏറ്റെടുത്തോ. ആ മകനെ ദൈവം തൊടുക കേട്ടോ. മകൻ്റെ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് തൊടുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇന്ന് കർത്താവ് ഓരോ വ്യക്തികളെയും യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നല്ലോ അപ്പം. 1973 ഓഗസ്റ്റ് മാസം ജനിച്ചൊരു വ്യക്തിയെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുന്നതിൻ്റെ വാക്ക് പറയുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച, വീടിൻ്റെ ഹോളിൽ തന്നെ ഈ ഫാൻ നമ്മൾ സാധാരണ സീലിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കും. പക്ഷേ ഈ ഫാൻ ഇച്ചിരി ഇറക്കി ഒരു കമ്പി നീട്ടി താഴോട്ട് ഇറക്കി നിൽക്കുന്ന ഒരു ഫാൻ ഇങ്ങനെ ആ ഹോളിൽ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നത് ആ ഫാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മുറിയിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് കർത്താവ് ഇന്ന് ആ വ്യക്തിയെ തൊടുന്നതായിട്ട് പറയുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് ആരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവ പ്രവൃത്തിക്കായിട്ട് കർത്താവ് വേർതിരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ ദൈവം എന്നോട് ഒരു വാക്ക് പറയുന്നു. ഒരു എന്നാ ഈ നമ്മുടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ 2 കമ്മലുകൾ, അതായത് ഈ മുത്തുകൊണ്ടുള്ള ഈ പല മുത്തുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത് പോലൊരു കമ്മൽ ഒരു ഹോളിൽ ഒരു മേശപ്പുറത്ത് ഇങ്ങനെ അഴിച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഒരു വീട് എന്നെ കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ ഞാനത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മകളെയാണ് കർത്താവ് തൊടുന്നതായിട്ട് കാണിക്കുന്നത്. ഇങ്ങനെ ഊരി വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ് കാണുന്നത്. ഇന്ന് ആ ഭവനത്തെ, ആ മകളെ കർത്താവിന് തൊടുന്നതായിട്ട് പറയും. സിസ്റ്ററുടെ കമ്മലാണത്. ഇപ്പൊ ഇത് ഊരി വെച്ചേക്കുവാണ് ഇപ്പൊ പറഞ്ഞ പോലെ. സിസ്റ്റർ വീഡിയോ വല്ലതും ഓണാക്കിയിട്ടുണ്ടോ? ഉറപ്പാണോ? കർത്താവ് ഇന്ന് കർത്താവ് ആ ഭവനത്തെ എന്നെ കാണിച്ചു തന്നോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിടുതല. ഇന്ന് കർത്താവ് ആ മകളെ കർത്താവ് തൊടുക കേട്ടോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. അത് കർത്താവ് എന്നെ ഒരു സജിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. ഞാൻ ഈ സജിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സജിനിക്കൊരു സഹോദരിയും കൂടെ ഉള്ളൊരു സജിനിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഞാൻ കാണിക്കുന്ന അവരുടെ കുടുംബത്തിൻ്റെ അകത്തൊരു വിള്ളലുകളെ ദൈവം എടുത്തു മാറ്റി ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് കർത്താവ് അവിടെ ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടും. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു കാഴ്ച കാണിക്കുന്നു. ഈ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ, ഞാൻ ഒരു വീടാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. നാരങ്ങ ഒരു ബൗള് പോലത്തെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഭവനം എന്നെ കാണിക്കുന്നു. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിനോട് പറയുന്നു, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ ദൈവം എന്നോട് പറയുകയാണ്, മോളി എന്ന് പറയുന്ന ഒരു ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. ഈ കേൾക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് മോളി എന്ന് പറയുന്ന ഒരു ആൻറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവിനോട് പറയുകയാണ്, നിങ്ങളെ ഒരുമിച്ച് ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു നന്മയുടെ വാർത്ത ആ വ്യക്തി മുഖാന്തരം ഈ കർത്താവ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ ബൗളെന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പാത്രം പോലത്തെ എന്തിലോ ബൗള് പോലിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ
അങ്ങനെ ഒരു പാത്രത്തിൽ ഈ നാരങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കില്ലേ, നാരങ്ങയോ ബൗളോ ഒന്നും വിഷയക്കാരനായിട്ടുള്ളതല്ല. കർത്താവ് അത് കാണിക്കുന്നത് ഞാനത് പറയുകയാണ്. ഇന്ന് ആ വിഷയത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ മേൽ ഈ മോളി എന്ന് പറയുന്ന വ്യക്തി മുഖാന്തരം കർത്താവ് ഒരു സന്തോഷ വാർത്ത കേൾപ്പിക്കാൻ വേണ്ടി, മോളി ആൻറ്റി എന്നാണ് വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നത് വിളിപ്പേര്, അങ്ങനെ ഒരു വാർത്ത കർത്താവ് കേൾപ്പിക്കാൻ വേണ്ടി പോവാണ്. അത് ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം. പറഞ്ഞു. ബ്രദറെ, എന്റെ വീട്ടില് ബൗളില് ഇങ്ങനെ മേശപ്പുറത്ത് നാരങ്ങ വെച്ചിട്ടുണ്ട്. പക്ഷെ മോളി എന്ന് പറഞ്ഞ ഒരു ആന്റി എനിക്ക് ഇല്ല. എന്നാൽ മോളി എന്ന് പറഞ്ഞ ആൻറ്റി ഉള്ള ആളോടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മോളി എന്നുള്ള പേര് കുറിച്ച് വെച്ചോണം. കർത്താവ് ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യും. ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അത് ഏറ്റെടുത്തോണം. കർത്താവ് അത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്നവിടെ ഉണ്ടാകുന്നല്ലോ, യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു അഖിൽ രാജ് എന്ന് പറയുന്നൊരു പേര്, അഖിൽ രാജ് എന്ന് പറയുന്നൊരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ എനിക്കറിയത്തില്ല, അഖിൽ രാജ് എന്നുള്ള പേര് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, അത് ഏറ്റെടുത്തോണം. ആ വ്യക്തിയുമായിട്ട് ബ്രദർ, എന്റെ മോൻ അഖിൽ രാജ്. ആന്റിയുടെ മോനാണ് അഖിൽ രാജ്. അതെ. എന്നോട് വല്ലതും പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മോൻ്റെ ഉറപ്പാണോ? ഉറപ്പാ. എന്നാ ഇന്ന് തൊടുക അവനെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അഖിൽ രാജിനെ കർത്താവ് തൊടുന്ന കർത്താവെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ എല്ലാം ഇങ്ങനെ ചോദിക്കുന്നു, എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യം, ഇത് കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കരുത് നമ്മളിതെല്ലാം ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്നതാണ്. കർത്താവ് വെളിപ്പെടുത്തുന്നതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഈ സമയം കയറി പോകണത്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പം ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ ഞാൻ എന്നെ ഈ ക്യാരി ബാഗ്, അതായത് നമ്മൾ ക്രോസ് ഇടുന്ന ബാഗല്ല, അങ്ങനത്തെ ഒരു ബാഗ് കർത്താവ് എന്നെ കാണിക്കുക. നമ്മൾ ഈ ചില നമ്മുടെ ലാപ്ടോപ്പ് പോലത്തെ ബാഗ്, പക്ഷെ അങ്ങനത്തെ ബാഗല്ല, കഴുത്തലിടുന്ന ബാഗല്ല, ഈ ബാഗ് നമ്മളത് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗുണ്ട്. അത് ലാപ്ടോപ്പ് ബാഗല്ല, മീൻസ് അതുപോലത്തെ ഷേപ്പുള്ളൊരു ബാഗാണ്, കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നത്. ആ ബാഗ് കറുത്ത കളറിലെ ബാഗ്. ഇപ്പോൾ അതിരിക്കുന്നത് റൂമിലല്ല. റൂമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഞാൻ കാണുന്ന ഒരു ടേബിളിലാണ് ഇപ്പോൾ ആ ബാഗ് അവിടെ ഇരിക്കുന്നത്. ഒരു ടേബിളിലിരിക്കുന്ന ബാഗിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, അതിൻ്റെ അതായത് നമ്മൾ കാണുന്ന പോർഷനിൽ തന്നെ ഒരു സിബ് തുറക്കുമ്പോൾ തന്നെ അകത്തൊരു കാർഡ് കിടപ്പുണ്ട്. ആ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാർഡാണ്. അതായത് ഈ ബാഗ് തുറക്കുമ്പോൾ തന്നെ കാർഡ് കിടപ്പുണ്ട്. ആ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുകയാണ്, ഒരു കണക്ഷനെ കർത്താവ് പുതുക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് ദൈവം തുറക്കും. ആ കാർഡ് അത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനമോ എന്തോ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണത്. അത് ദൈവം ഒരു ബ്ലെസ്സിങ് ആക്കി മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. അതായത് ബാഗിൻ്റെ തൊട്ട് ആദ്യത്തെ പോർഷൻ തന്നെ തുറക്കുന്നത് ആ ഒരു ബാഗാണ്. അതിനകത്തൊരു കാർഡ് കിടക്കുന്നത്. ഇപ്പം തന്നെ തുറന്നത് ചെക്ക് ചെയ്യുക. അത് ആരുടെ അഡ്രസ്സാണോ, എന്ത് സ്ഥാപനമാണോ, ഏത് വ്യക്തികളെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതുമായിട്ട് കണക്ട് ചെയ്ത് ദൈവം ഒരു ന്യൂസ് നിങ്ങൾക്ക് കേൾപ്പിക്കും. ഒരു ബ്ലെസ്സിങ്ങിൻ്റെ മേഖലയാണ് ദൈവം തുറക്കുന്നത്. അത് ഏറ്റെടുത്തോണം. കൈ വെച്ചിട്ട് ഇപ്പം തന്നെ ആമേൻ പറഞ്ഞോണം. അതാരാണോ കേൾക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് ദൈവം അതിൻ്റെ മേൽ തുറക്കും. പറഞ്ഞു. ഞാൻ ഇരിക്കുന്ന ടേബിളിലാണ് എന്റെ ബാഗ് കാണുന്നത്. പക്ഷെങ്കിൽ അതിനകത്ത് കാർഡ്, ATM കാർഡിന്റെ, ബാങ്കിൽ നിന്ന് ATM കാർഡിന്റെ കവർ മൊത്തത്തിലായിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ട് ഈ കവറിൻ്റെ അകത്ത്? ഇപ്പം എന്തൊക്കെയുണ്ട് ATM അല്ലാതെ? ഏത് ബാങ്കിൻ്റെ അത്? ഇത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ കാർഡല്ലാതെ പിന്നെ എന്നൊക്കെയാ ഉള്ളത്? ഈ കാർഡും കൂട്ടത്തിൽ പാസ്ബുക്ക് ഉണ്ട്. മതി കേട്ടോ, കാർഡുമായിട്ട് ബന്ധപ്പെട്ടതാ. അതായത് ബാങ്കിന്റെ പാസ്ബുക്കാ അല്ലേ? ഇപ്പൊ പറഞ്ഞ അടയാളമെല്ലാം ബ്രദർ കേട്ടല്ലോ. ഒന്ന് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. നന്മയാകാൻ വേണ്ടി പോവാ, അതിലേക്ക് നന്മ വരാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ഞെരുക്കത്തെ ഞങ്ങളിപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുമെന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവി, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ അതോടൊപ്പം തന്നെ ഞാനൊരു വാക്ക് കാണുന്നു. ആവർത്തന പുസ്തകത്തിൻ്റെ അകത്തെ വാക്യം, ആ 28ാമത്തെ വാക്യം ഒരു വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വാക്യം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത്, അതായത് കൈ കൊണ്ട് എഴുതിയേക്കുന്നല്ല,
പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ മുൻവശം അതായത് അകവശം കർത്താവ് എന്നെ കാണിക്കുന്നു. ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് 28-ാം അധ്യായത്തിലെ വാക്യം പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വചനം ഒന്ന് ഉറക്കെ വായിച്ച് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആ വചനത്തിലൂടെ തമ്പുരാൻ ഇടപെടാൻ വേണ്ടി പോവാണ്. അതൊരു അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോവാന്ന് പറയുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ ഓടിപ്പോയി ആരാന്ന് വെച്ചാൽ അത് ചെക്ക് ചെയ്യുക, ആ വാക്യം ഏറ്റുപറയുക. ഇപ്പോൾ തന്നെ ആ വചനത്തിലെ അനുഗ്രഹത്തെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പോൾ ഇപ്പോൾ തന്നെ അത് അനുഗ്രഹമാകട്ടെ. ഇത് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, അത് ആരാന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. ദൈവം നിങ്ങളെ അത്ഭുത സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് രോഗികളായിട്ട് ഭാരപ്പെടുന്ന ഒരു കൈയെടുത്ത് അവിടെ വെച്ച് പറഞ്ഞു ഹലോ ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, അത് എന്റെയാണ്, എന്റെ വീട്ടിലാണ് ബ്രദറെ. ഏത് വാക്യ സിസ്റ്ററെ? ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് ആവർത്തനം 28-ന്റെ ഉം. 8 നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പം ദേശത്തിൻ്റെ അകത്ത് വലിയൊരു സാക്ഷ്യമായിട്ട് തീരാം. അത് കൈവച്ചു. ഇന്നു മുതൽ കണ്ടോണം ദേശക്കാരുടെ ഇടയിൽ സാക്ഷ്യമാക്കി. എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ വാക്ക് ഞാൻ വീട്ടിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്? ഇല്ല, പറഞ്ഞിട്ടില്ല. ഉറപ്പാണോ? ഉറപ്പാ. ഇന്ന് കൈവച്ച്, അതിൻ്റെ മേൽ കൈവച്ച് ഇന്ന് ദേശത്ത് സാക്ഷിയാകാൻ വേണ്ടി പോവുക. ദേശം അറിയുന്ന രീതിയിലേക്ക് സാക്ഷ്യം വെളിപ്പെടാൻ വേണ്ടി പോവുക. കർത്താവ് ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സാക്ഷ്യമായിട്ട് പ്രിയമകളെ കുടുംബത്തെ ദൈവം തീർക്കാൻ വേണ്ടി പോകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നൊരു കൈയെടുത്ത് വെച്ച് എന്നിട്ട് സ്വന്തമായിട്ട് പറ, ഒന്ന് വാളെടുത്ത് വെട്ടിക്കേ. ബ്രദറെ, ഒന്ന് ഞാൻ പറഞ്ഞു ബ്രദറെ, സൗഖ്യം നടക്കുന്നില്ല. ആ വലിയ കട്ടിയുള്ളൊരു മരവാ, ഒന്ന് വെട്ടി കീറിക്കേ. നമ്മുടെ മരം വെട്ടുകാരൻ വെട്ടുന്നത് പോലെ ആവർത്തിച്ച് വെട്ടിക്ക്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ തിരുമുറിവിനാൽ കർത്താവിൻ്റെ രോഗത്തെ വഹിച്ചതാ. പറ, വാളെടുത്ത് ഉറയിൽ നിന്ന് വാളെടുക്കുക. നാവ് കൊണ്ട് എടുക്ക്, മിണ്ടാതിരിക്കരുത്. നാവെടുത്തുകൊണ്ട് പറ, കർത്താവിൻ്റെ രോഗത്തെ വഹിച്ചതാ, കർത്താവിൻ്റെ വേദന ചുമന്നതാ, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ഇനി തന്നെ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് സ്ക്രീനിലേക്ക് ആ വാക്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം. ആ വാക്യം അവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കി. എനിക്ക് തോന്നുന്ന വാക്യം വന്നിട്ടുണ്ടോ നോക്കി. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വാക്യം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കുക. അവൻ നമ്മുടെ രോഗത്തെ വഹിച്ചു, കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇരിക്കുന്ന സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ രോഗത്തെ യേശു ക്രൂശിൽ വഹിച്ചതാ, എൻ്റെ വേദനകളെ യേശു വഹിച്ചതാ. ഇന്ന് കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു എൻ്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് രോഗശക്തിക്ക് എൻ്റെ മേൽ അവകാശമില്ല, രോഗത്തിന് എൻ്റെ മേൽ അവകാശമില്ല. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന എൻ്റെ ദൈവം ഇത് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ രോഗം യേശു വഹിച്ചതാ, എൻ്റെ വേദന യേശു ചുമന്നതാ. ഏത് രോഗമായിക്കോട്ടെ, വർഷങ്ങളായിട്ടുള്ള രോഗമായിക്കോട്ടെ, മാരക രോഗമായിക്കോട്ടെ, ഇതിനുള്ള കിടപ്പിൽ കിടക്കുന്നവരായിക്കോട്ടെ, ഇത് ക്യാൻസറോ ട്യൂമറോ ഷുഗറോ പ്രഷറോ കിഡ്നി ഫെയിലിയറോ ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടോ, ഏത് രോഗശക്തി ആയിക്കോട്ടെ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ദൈവം എൻ്റെ രോഗത്തെയും എൻ്റെ വേദനയും ക്രൂശിൽ അനുഭവിച്ചു. യേശു അനുഭവിച്ചു. കർത്താവിൻ്റെ മുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് വന്നിരിക്കുന്നു പറഞ്ഞ് വന്നിരിക്കുന്നു. ഇപ്പം കൈ വെച്ച് രോഗികളായിട്ട് ആരെങ്കിലും ഭാരപ്പെടുന്നവൻ്റെ കൈയെടുത്ത് വെച്ച് ഇനി മേലാൽ ആ വേദന അവിടെ കാണത്തില്ല, മേലാൽ ആ രോഗം അവിടെ കാണത്തില്ല. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ. ഇപ്പം ഞാൻ അതിന് ശേഷം ചോദിക്കും. സൗഖ്യം ആ ഒരു പൂർണ്ണ സൗഖ്യമാണ് അവകാശം കേട്ടോ, കുഴപ്പമില്ലെന്ന് പറയുന്നതല്ല സൗഖ്യം. വെട്ടിക്കീറിക്കേ. യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതാ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആ വേദന വിട്ടുമാറുന്നു, രോഗശക്തി വിട്ടുമാറുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രോഗത്തിൻ്റെ ആത്മാക്കൾ കുടുംബം വിട്ട് ശരീരം വിട്ട് എഴഞ്ഞു മാറിപ്പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി, കർത്താവ് തൊട്ട് വിടിവിക്കുന്നതിന് നന്ദി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇതിനുവേണ്ടി സെപ്പറേറ്റ് പ്രാർത്ഥനയില്ല. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വലിയ സാക്ഷ്യം കാണാൻ വേണ്ടി പോവുക. വെട്ടിക്കയറിക്കണം. ഇനി കേട്ടോണം, ഈ ഒരു സാക്ഷ്യം ഒരേപോലെ ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ പറയുമ്പോൾ ആമൻ പറഞ്ഞിട്ട് എടുത്താൽ മതി, എടുത്തു പറയേണ്ട ആവശ്യമില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ആലോചന ഇടപെട്ടവരോ സാക്ഷ്യമുള്ളവരോ ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ.
പ്രൈസ് അതുകൊണ്ട് ലോർഡ്. പറഞ്ഞോ. പ്രൈസ് ലോർഡ്. ബ്രദറെ, ഞാനൊരു പറഞ്ഞോ സാക്ഷ്യം പറയട്ടെ. പറഞ്ഞോ സിസ്റ്ററെ. ബ്രദറെ, ഞാന് ഒരു 13 വർഷമായിട്ട് എന്റെ വീട്ടിൽ താമസം ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു 3-4 വാടകക്കാർ താമസിച്ചുകൊണ്ടിരുന്നു. ഉം. ഞാനിപ്പോ എന്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് ഇവിടെ താമസം ഇല്ലാതിരുന്നത്. അപ്പോ അഥവാ ഞാൻ ഈ ഭവനത്തിൽ വന്നിട്ട് പോയാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. എനിക്കും എന്റെ മക്കൾക്കും എപ്പോഴും അസുഖങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാറേ ഇല്ലായിരുന്നു. അങ്ങനെ ഈ നാട്ടിൽ വന്നാൽ പോലും ഈ പറമ്പിൽ എനിക്ക് കയറാൻ എന്തോ ഒരു ഭയം പോലെയായിരുന്നു. ഭയം എന്ന് പറഞ്ഞാൽ അസുഖങ്ങളാണ്, അതുകൊണ്ട് വരത്തില്ലായിരുന്നു. എങ്കിലും ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഞങ്ങൾ വീട്ടിലേക്ക് താമസത്തിനായിട്ട് വന്നു. അപ്പോ ഇനി 2 ആഴ്ച മുൻപ് ഈ ഭവനമൊക്കെ ഞങ്ങൾ വൃത്തിയാക്കാനായിട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോ നിറച്ച് കാട് പിടിച്ചൊക്കെ കിടക്കായിരുന്നു, നിറച്ച് പാമ്പുകളൊക്കെ ആയിരുന്നു. അപ്പോ ഞാൻ എപ്പോഴും ബ്രദറ് വചനം പറയുമല്ലോ, ഞങ്ങൾ അപ്പൊ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് കയറിയത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ആ വചനം പറഞ്ഞാണ് ഞങ്ങൾ ഈ ഭവനത്തെ കയറിയത്. അപ്പോ ഇവിടെയൊക്കെ നിറച്ച് കാടായതുകൊണ്ടെല്ലാം മരുന്നൊക്കെ അടിച്ചു വെട്ടിയപ്പോ ഞങ്ങൾ തീയിട്ടപ്പോ അതിനകത്ത് ഇങ്ങനെ പാമ്പ് ഇങ്ങനെ ചത്ത് കിടക്കുക. അപ്പോ അത് കണ്ട് കുറച്ചിങ്ങോട്ട് മാറി ഞാൻ ഓരോ മടൽ ഇങ്ങനെ എടുത്തപ്പോ അതേ കൂടെ ഒരെണ്ണം ഇങ്ങനെ ചാടിപ്പോയി. അപ്പൊ ഞാൻ വേഗം ഈ വചനം തന്നെ പറഞ്ഞുകൊണ്ട് അതിനെ അപ്പൊ അതങ്ങ് ഓടി വീണ്ടും വീടിന്റെ സൈഡിലേക്ക് അതങ്ങ് കയറി. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പാമ്പുകളെയും തേളുകളെയും ആ വചനം പിന്നെയും പ്രാർത്ഥിച്ചു പറഞ്ഞു, ഈ മിസ്രൈമിന് ഇനി ഒരു നാളും കാണുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിച്ച് അത് അങ്ങ് പോയി. അത് നോക്കിയപ്പോ കുറെ മുട്ട ഇരിക്കുന്നു ഈ പാമ്പിന്റെ. ഞാനതെല്ലാം തല്ലി ഇങ്ങനെ പൊട്ടിച്ചപ്പോ ആ കുഞ്ഞ് നാഞ്ഞൂല് പോലെ ഇരിക്കുന്ന അതിങ്ങനെ പൊങ്ങിച്ചാടോ തല പൊക്കിയപ്പോ അതിനെയും ഞാൻ ഈ വചനം പറഞ്ഞ് തല്ലി മുട്ടക്കകത്ത് തന്നെ പൊട്ടിച്ചിട്ട് ഈ കുറെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടങ്ങ് കത്തിച്ച് അതിനെ കരിച്ചു കളഞ്ഞിട്ട് ഞാൻ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് വരെ ഞാനിപ്പോ ഒരാഴ്ചയായി ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. ഇന്ന് വരെ അങ്ങനെ ഒരു ഇഴജന്തുവിനെയും കണ്ടിട്ടേ ഇല്ല. എന്നും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് എപ്പോഴും സമയം ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴും എല്ലാം ഈ വചനം പറഞ്ഞ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്നോട് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ ചോദിക്കാറുണ്ട്, പേടിയില്ലേ, പാമ്പുണ്ടോ എന്ന് എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞ പാമ്പോ പഴുതാരം ഒന്നുമില്ല, എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഒന്നും എനിക്കൊരു അനർത്ഥവും വരുത്തത്തില്ല എന്ന് ഞാൻ അവരോട് പറയും. അങ്ങനെ ഇന്ന് വരെ ബ്രദറെ, ഞാൻ ഈ ഒരാഴ്ച കഴിഞ്ഞൂടെ താമസം തുടങ്ങിയിട്ട് എല്ലാ ഇടയന്തുക്കളിൽ നിന്നും ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. ആ വചനം എപ്പോഴും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എന്റെ മോളുടെ 3 വയസ്സുള്ള കുഞ്ഞും തനിച്ചാണ് ഈ ഭവനത്ത് പ്രാർത്ഥിക്കുന്നത്. ദൈവം എല്ലാ ഭയത്തിൽ നിന്നും എന്നെ വിടുവിച്ച് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ച് ബ്രദറിന് ഒത്തിരി നന്ദി പറയുന്നു. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ദൈവം എല്ലാ അനർത്ഥങ്ങളും എന്നെ വിടുവിച്ചതിനായിട്ട് ദൈവത്തിനെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഴജന്തുവിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പലപ്പോഴും പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ കയറുമ്പം ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ കയറി ധൈര്യത്തോടെ കയറാൻ, ആ ധൈര്യമാണ് ശരിക്കും പറഞ്ഞാൽ കർത്താവ് കൊടുത്തത്. പലരും ചോദിക്കുന്ന പോലെ അവിടെ കയറി താമസിക്കാൻ പേടിയില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോഴും അവിടെ കർത്താവിൻ്റെ വചനം പറഞ്ഞ് ആ ഒരു ഉറപ്പിലും ധൈര്യത്തിലും നിൽക്കുവാൻ കർത്താവ് അവിടെ ഉപയോഗിച്ചു. പിന്നെയും ദൈവം ശക്തമായിട്ട് നടത്തട്ടെ. ആ വീട്ടിൽ പ്രാർത്ഥന ഉണരട്ടെ. അനേകർ യേശുവിലേക്ക് വന്ന് വിടുതൽ പ്രാപിക്കുന്ന ഭവനമായിട്ട് അത് തീരട്ടെ. സിസ്റ്റർ, ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ഞാൻ പറയട്ടെ. പറഞ്ഞു. അങ്കിൾ, എനിക്ക് ജാനുവരി 1-ാം തീയതി ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ എക്സാമിന് മുമ്പത്തെ ദിവസങ്ങളിൽ ഞാൻ ഈ Isaiah 11:2, the spirit of the Lord shall rest upon him, the spirit of wisdom and understanding, the spirit of counsel and might, the spirit of knowledge and the fear of the Lord. ഈ വാക്യം പിന്നെ Isaiah 45:2, I will go before you and make the crooked places straight. ആ വാക്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ ഈ എക്സാമിന് പാർട്ട് 1 പാർട്ട് 1 ഞാൻ പാസ്സായി. പാർട്ട് 2 വൈവ ആയിരുന്നു. അപ്പോൾ പാനലിലിരിക്കുന്ന ആളെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു എയർക്രാഫ്റ്റിൻ്റെ എമർജൻസി പ്രൊസീജിയറിനെ കുറിച്ച്. അതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാലും എനിക്കൊരു സമാധാനം കിട്ടി എക്സാം കഴിഞ്ഞ ശേഷം. പിന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഡൗട്ട്ഫുള്ളായിട്ട് തോട്ട്സ് വരും, എക്സാം പാസ്സാവുമോ.
അപ്പം ഞാൻ എപ്പോഴും ഇത് ക്യാൻസൽ ചെയ്തിട്ട് ദൈവത്തിന് താങ്ക്സ് പറയും എക്സാം പാസ്സായതിന്. എനിക്ക് 2 ദിവസം 21-ാം തീയതി റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. എല്ലാ താങ്ക്സും ദൈവത്തിന്. ഞങ്ങൾക്കും താങ്ക്സ് ഈ വാക്യങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു തന്നെ. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞ പോലെ തന്നെ ആ വചനത്തെ എന്ത് ചെയ്തു മോൻ ഉപയോഗിച്ചു. ദൈവം നമുക്ക് വിസ്ഡം തരും, വിസ്ഡവും നോളജും തരുന്ന ദൈവമാണ്. അത് പ്രാർത്ഥിച്ചു. നമ്മൾ പറയും നമുക്ക് ചിലപ്പോൾ ചില കുറവുകളും ബലഹീനതകളും ഉണ്ടെങ്കിലും നമ്മൾ ചോദിച്ചത് തമ്പുരാൻ തന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ തന്നെ പരാജയപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. പിശാച് തന്ത്രം ഉപയോഗിച്ചു. പക്ഷേ ആ തന്ത്രത്തെയൊക്കെ മറികടന്ന് ജയാളിയായി തീർക്കുവാൻ കർത്താവ് ഇടയാക്കി. ഗോഡ് ബ്ലസ് യു. ഇനി അനേകർക്ക് വേണ്ടി വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, സാക്ഷിയാകുക. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു ഹലോ ബ്രദർ. പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു വയറുവേദന ഉണ്ടായിരുന്നേ. അപ്പൊ സിസേറിയൻ കഴിഞ്ഞ് അവിടെ തൊട്ടുള്ള വേദന. അപ്പൊ അത്ര കാലം ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് വയറൊരു വെയിറ്റ് വന്നു. അപ്പൊ ഞാൻ വിളിച്ചത് എന്താ ഇങ്ങനെ സംഭവം. പിന്നെ ഞാൻ അത് അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ അതിനുശേഷം സന്ധ്യ നേരം 7 മണിക്ക് ശേഷം ഞാൻ പ്രാർത്ഥിക്കാനിരുന്നു. അപ്പൊന്നും അങ്ങനെ തോന്നിയില്ല. അതിനു ശേഷം പിന്നെ കൂടുതലായി. അപ്പൊ ഇങ്ങനെ അജിസിസ്റ്ററെ വിളിച്ചൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും കൈ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു. ദോശ ചൂടുമായിരുന്നു. അപ്പോഴും നല്ല ഒരു കല്ലപ്പ് 2 സൈഡും വയറ്. ഈ പൊക്കിളിന്റെ അവിടെ തൊട്ടാണ് താഴെ വരെയാണ് സിസേറിയൻ ചെയ്തത്. ഞങ്ങൾ കുഞ്ഞിന് ഒരാളാണ് എനിക്ക് മകൻ. അപ്പൊ അതിനുശേഷം ഞാനൊന്നും ഡെലിവറി ആയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പറഞ്ഞ ആകെ ടെൻഷനായി. വയറാണെങ്കിൽ 2-3 കിലോ വെയിറ്റും വെച്ചു. പെട്ടെന്ന് എന്താ ഇങ്ങനെ വെയിറ്റ് പറഞ്ഞു. ഞാൻ കുഞ്ഞു നിന്നിട്ടാ ദോശ വിട്ടത്. സഹിക്കാൻ പറ്റില്ല. ഞാൻ മോളോട് പറഞ്ഞു, അമ്മ മോളെ എനിക്ക് എന്താണെന്നറിയില്ല, നല്ല വേദന എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ബ്രദർ. അപ്പൊ ഈ പ്രാർത്ഥനയും കേട്ടോണ്ടിരുന്നപ്പോ ആ വെയിറ്റ് ഒക്കെ അങ്ങനെ ആ 2-3 കിലോ ഉള്ള വെയിറ്റ് മാറി. അജിസിസ്റ്ററിന്റെ അടുത്തും പറഞ്ഞു, പ്രാർത്ഥിച്ചു. സൂമിൽ പ്രാർത്ഥനയും കേട്ട് വലിയൊരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചു. ദൈവത്തിനും ഇപ്പൊ വേദന ഇല്ല സിസ്റ്റർക്ക്? ഇല്ല, വേദനയില്ല, പൂർണ്ണമായും മാറി. എത്ര വർഷമായിട്ടുള്ള വേദന സിസേറിയൻ കഴിഞ്ഞിട്ട്? ഒന്നുമില്ല, പെട്ടെന്നാണ് എനിക്കിപ്പോ വേദന വന്നത്. ഇപ്പൊ വേദന ഇല്ല? ഇല്ല, വേദനയില്ല. നല്ലൊരു വെയിറ്റ് ആയിരുന്നു വയറ് 2 സൈഡും. സിസേറിയൻ കഴിഞ്ഞതിന്റെ 2 സൈഡും നല്ല വെയിറ്റ് ആയിരുന്നു. അത് തൊട്ട് നോക്കുമ്പോ നല്ല കനം. ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയില്ല. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോ വയറിന്റെ അടുത്ത് ഒന്നുമില്ല, അങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു വേദന, കല്ലപ്പൂല, ഒന്നുമില്ല. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയെന്ന് പറഞ്ഞ പോലെ തന്നെ തടിപ്പോടെ ഉണ്ടായിരുന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നു. അത് വിശ്വസിച്ചു. ഇന്ന് പൂർണ്ണമായും കർത്താവ് ആ വേദനയിൽ നിന്ന് മോചനം കൊടുത്തു. കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാന് പിന്നെ ആ മോളി എന്ന് പറയുന്ന അത് എൻ്റെ ഒരു ആന്റിയാ. ഇവിടുത്തെ നമുക്ക് ബന്ധമല്ല, അല്ലാതെ സ്നേഹബന്ധത്തിലുള്ള ഒരു ആന്റി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നാരങ്ങ എൻ്റെ കിച്ചണിലാണ് ഇരിപ്പുണ്ട്. അന്നേരം തൊട്ട് ഞാൻ മ്യൂട്ട് മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. ഈ പറഞ്ഞ അടയാളം സിസ്റ്ററുടെ വീട്ടിലാണോ പറയുന്നത്? എൻ്റെ വീട്ടിലുണ്ട്. ഈ പറഞ്ഞ നാരങ്ങ ഇരിക്കുന്നതും ഈ പറഞ്ഞ ആന്റിയുമാണ്. ഈ ആന്റിന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടത്, ആന്റി മോളിയ വിളിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി മുഖാന്തരം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. അതൊരു വാർത്തയായിട്ട് നിങ്ങളത് കേൾക്കും. ദൈവം ഒരു വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. അത് എഴുതി വെച്ചോണം കേട്ടോ. പിന്നെ എനിക്ക് ഓക്കെ, പിന്നെ ഒരു വിഷയം കൂടെ പറയേണ്ടത് ബ്രദറെ. എനിക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ സാറ്റർഡേ, ആൻജിയോപ്ലാസ്റ്റി ജൂണിൽ കഴിഞ്ഞു. കഴിഞ്ഞ സാറ്റർഡേ ആയപ്പം എൻ്റെ കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ റൈറ്റ് ഐ ബ്ലീഡ് ആയിട്ട് എനിക്കിപ്പം റൈറ്റ് ഐ കാണുന്നില്ലായിരുന്നു. അപ്പൊ ഈ തേഴ്സ്ഡേ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇന്നായപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര ചെവിക്കകത്ത് വേദനയായിട്ട് ചെവിക്ക് മെഡിസിൻ ഒഴിച്ചിട്ട് ഞാൻ കിടന്നായി കേട്ടത് ഇന്ന് ഫുള്ള്. അപ്പൊ മോളീന്ന് നാരങ്ങാനും കേട്ടപ്പോ ഞാൻ ചാടി എഴുന്നേക്കുമായിരുന്നു. അപ്പൊ എന്റെ ഈ കണ്ണിന് പ്രകാശം കിട്ടാൻ വേണ്ടി ഒന്ന് ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണേ. കൈ എടുത്ത് വെച്ചിട്ട് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞാൽ, നമ്മളിപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന വാക്യം പറഞ്ഞ, യേശു എൻ്റെ ഈ കണ്ണിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്, ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല. യേശു ഇത് അനുഭവിച്ചു, ഞാൻ സൗഖ്യം അനുഭവിക്കും. യേശു എൻ്റെ രോഗത്തെ അനുഭവിച്ചു, യേശു എൻ്റെ വേദന അനുഭവിച്ചു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഞാൻ സൗഖ്യം അനുഭവിക്കുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി.
അപ്പം തന്നെ അതിൻ്റെ മേൽ വ്യത്യാസം കണ്ടിരിക്കും കേട്ടോ. ഓക്കെ ബ്രദറെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ബ്രദറിനെ ഒന്ന് കർത്താവൻ കോണ്ടാക്ട് ചെയ്യാൻ താങ്ക് യു. ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ എവിടുന്നാ കിട്ടുന്നത്? സിസ്റ്റർ ഇതിൻ്റെ വാട്സാപ്പ് നമ്പർ, ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ എൻ്റെ നമ്പർ തന്നെയാണ്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് വോയിസ് റെക്കോർഡ് അയച്ചാലും മതി, അതിന് റിപ്ലൈ കിട്ടും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ ബ്രദർ. ഞാൻ 21-ാം തീയതി പഴയ ഒരു വണ്ടിയുടെ കേസ് ഉണ്ടായിരുന്നല്ലോ ഒരാള്, അതിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചായിരുന്നു പാലക്കാട്. ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോ അങ്കമാലി വെച്ച് ഒരു ടോസ് എനിക്ക് പുറകിന്ന് വന്ന് ഓവർടേക്ക് ചെയ്ത് എന്റെ വണ്ടിയുടെ ഒരു സൈഡ് മൊത്തം എടുത്തുകൊണ്ട് പോയി. അന്ന് വണ്ടി പോയതല്ലാതെ എനിക്ക് ഒരു പോറൽ പോലും സംഭവിക്കാതെ പൊടി വെച്ചതല്ല ദൈവം രക്ഷിച്ചു. അതൊരു വലിയൊരു അത്ഭുതമാണ്. എനിക്ക് 2 ദിവസത്തേക്ക് അനങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു, അതുപോലെ സംസാരിക്കാൻ പറ്റുന്നു. എനിക്കത് തലയ്ക്കൊക്കെ വലിയ ഭാരമായിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ബ്രദർ. അതില് കേസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് ഇതായിട്ട് കോടതിയിലേക്ക് പോകാൻ വേണ്ടി SCI എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റും പറ്റിയിട്ടില്ല, അതുകൊണ്ട് SIയോടും പറഞ്ഞു ഇതായിട്ട് അനുകൂലമായിട്ട് എഴുതി അങ്ങ് വിടാൻ പറഞ്ഞു. അവര് കേസ് കൊടുത്ത ചുമ്മാ പൈസ കിട്ടാൻ വേണ്ടി കൊടുത്ത. ഞാനല്ല വണ്ടി ഓടിച്ചു, വേറെ ആരണ്ട ഓടിച്ചു പറഞ്ഞു. അപ്പൊ എന്നെ ക്യാമറയിൽ എല്ലാം എടുത്ത് കാണിച്ചപ്പോ ഞാൻ ഒരാളെ ക്രോസ് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്തു. ഈ പുള്ളി സൈഡിൽ നിന്ന് ഓടി വന്ന് വണ്ടിയുടെ മുന്നോട്ട് വീണമെന്ന് പറഞ്ഞു. കണ്ടപ്പോൾ തന്നെ ആ സൗണ്ടുമായിട്ടൊക്കെ പോകാൻ പറഞ്ഞു. അപ്പം ഇപ്പൊ എല്ലാം ചോദിച്ചു, എല്ലാ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ദൈവം നല്ല അനുകൂലമായിട്ട് പോയി. ഇനി എന്തെങ്കിലും വന്നാൽ ഞങ്ങൾ വിളിക്കാം, നേരത്തെ അറിയിക്കാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ബ്രദർ. ഇന്ന് ബ്രദർ പറഞ്ഞ പോലെ, അതെ ബ്രദർ പറഞ്ഞ പോലെ തന്നെ വലിയ അനർത്ഥമായി. ഇനി ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോകേണ്ട വിഷയങ്ങളായിരുന്നു. പിന്നീട് അത് നിമിത്തം ഉണ്ടായ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെയും ദൈവം സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിച്ചു. ഈ കഴിഞ്ഞ ദിവസവും തീരേണ്ട അവസ്ഥയിൽ നിന്നും സാക്ഷ്യം പറയുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം മാറ്റി. കർത്താവ് ഇനിയും നടത്തട്ടെ. അത്ഭുതമാക്കി ദൈവം തീർക്കുന്നതിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് മുന്നോട്ട് ഇനിയും സാക്ഷിയാക്കുവാൻ പദ്ധതിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഞാനൊരു സാക്ഷ്യം പറയട്ടെ? പറഞ്ഞു ബ്രദറെ, എന്റെ വീട്ടില് തെങ്ങുണ്ട്. ഇത് ശരിക്കും ഒരു ടൈം ആകുമ്പോഴേക്കും പൊഴിഞ്ഞു വീഴുക. ശരിക്കും ഒരു കൊലയിൽ നന്നായിട്ട് പൊഴിഞ്ഞുകൊണ്ട് ഒരു പകുതി ആവുമ്പോഴേ ഇത് പൊഴിഞ്ഞു വീഴും. അപ്പൊ അങ്ങനെ പൊഴിയായപ്പോ ഞാൻ ചെന്നതിൽ എപ്പോഴും കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴും ഇതിങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പം 1.5-2 മാസത്തോളം ആവുന്നു ബ്രദറെ. പിന്നെ ആ ലാസ്റ്റ് കൊല പൊഴിഞ്ഞണൊക്കെ ഇതുവരെ ഈ 2 മാസത്തിനിടയ്ക്ക് ഒരൊറ്റ കൊല പോലും തേങ്ങ പൊഴിഞ്ഞു വീഴില്ല. ഇപ്പൊ അത് ശരിക്കും ഉണങ്ങിയിട്ടാണ് അത് പൊഴിഞ്ഞു വീഴുന്നത്. നന്നായിട്ട് ഉണങ്ങി നിന്നിട്ട് പോലും അത് വീഴുന്നില്ല. അത്രയ്ക്ക് ഒരു രീതിയിലേക്ക് ദൈവം അതിനെ അത്ഭുതമാക്കി മാറ്റി. കാരണം ഓരോ പ്രാവശ്യവും ഞാൻ ചെന്ന് യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ ഇതിന് സൗഖ്യം വന്നിരിക്കുന്നു, ഈ വിഷയത്തിന്മേൽ വിടുതലായിരിക്കുന്നു, എന്റെ ഫലത്തില് എന്റെ പറമ്പില് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല, ഒന്നുപോലും മൂക്കാതെ പൊഴിഞ്ഞു പോകുകയില്ല എന്ന് എനിക്ക് അറിയാവുന്ന വചനങ്ങളെല്ലാം പറഞ്ഞു ഞാനതിങ്ങനെ പ്രാർത്ഥിക്കാൻ തക്കോണം ദൈവം ഇടയാക്കി. ശരിക്കും ഞാനത് ഇത്രയും നാൾ നോക്കിക്കൊണ്ടിരുന്നതാ അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടെന്ന. ഈ 2 മാസമായിട്ടും ഒരെണ്ണം പോലും പിന്നെ വെറുതെ പോലും വെള്ളയ്ക്ക് പൊഴിയുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എല്ലാം നന്മയ്ക്കാക്കി തീർത്ത്. അത് മാത്രമല്ല, തീർച്ചയായിട്ടും പ്രേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിഷയങ്ങൾ പലപ്പോഴും നമുക്ക് ഭാരമായിട്ട്, മറ്റുള്ളവർക്കത് ചെറിയ വിഷയമാണെങ്കിലും നമുക്കത് ഭാരമായിട്ട് തോന്നുന്ന പല വിഷയങ്ങളും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റി. ഗോഡ് ബ്ലസ് യു. ഇനിയും നമ്മൾ പ്രാർത്ഥന ശക്തിപ്പെടുത്തുക. അപ്പോൾ ഒരു പ്രാർത്ഥനയിൽ ഒരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉപയോഗിക്കുക. ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ശനിയാഴ്ച എൻ്റെ എക്സാം ആണ്, OETയുടെ. അതിനായി നിമിഷത്തിന് വേണ്ടി അതൊന്ന് പ്രാർത്ഥിക്കണം.
കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും സിസ്റ്റർ. ഈ വചനം പറഞ്ഞുകൊണ്ട് പൊക്കോണം. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ ജയിക്കും. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഹൈ സ്കോറിൽ തന്നെ അത് ഞാൻ പാസ്സാകും. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം അത്ഭുതം ഞാൻ കാണും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പൊക്കോണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം റീത്ത സഹോദരി ആ വാക്യം ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വാക്യം പറഞ്ഞുകൊണ്ട് തന്നെ പൊക്കും. വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട, അത് മാത്രം പറഞ്ഞാൽ മതി. അവിടെ അത്ഭുതം കണ്ടിരിക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു സ്വർഗത്തിലെ ദുഷ്ടാത്മസേനയെ പറ്റി ബ്രദർ പറഞ്ഞിട്ട് അതിന്റെ ഒരു വ്യക്തത എനിക്ക് വന്നില്ലല്ലോ ബ്രദറെ. സ്വർഗത്തിൽ ദുഷ്ടാത്മസേന ഉണ്ടോ? സ്വർഗം എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രദറെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പൗലോസ്ലീഹ തന്നെ 3-ാം സ്വർഗം എന്ന് പറയുന്നുണ്ട്. 3-ാം സ്വർഗം, അതായത് നമ്മൾ ഈ ആകാശമണ്ഡലത്തിലേക്ക് അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആകാശപാളയത്തിന്റെ മുകളിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല തലങ്ങളുണ്ട്. ഇപ്പം നക്ഷത്ര മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം വസിക്കുന്ന, ഇപ്പം ഇതിൻ്റെ അകത്തും എല്ലാം നമ്മൾ അറിയാത്ത, ഇപ്പോൾ ചിലർ പറയത്തില്ല ഇതിൻ്റെ അകത്ത് ഏലിയൻസ് ഉണ്ട്, അതായത് അന്യഗ്രഹ ജീവികളുണ്ടെന്നൊക്കെ പല പഠനങ്ങളുണ്ടല്ലോ. അതായത് നമ്മൾ ഈ കാണുന്ന ഭൂമി മാത്രമല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, ഇതിൻ്റെ അകത്തൊക്കെ ദൈവത്തിൻ്റെ പർപ്പസ് ഉണ്ട്. ഇപ്പോൾ പിശാച് ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെ വീണ സൈന്യങ്ങളുണ്ട്. അപ്പോൾ അതിങ്ങനെ ഭൂമിയിലും സർവ്വത്തിലും ഊടാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാസസ്ഥലങ്ങളുണ്ട്. അതാണ് ആകാശമണ്ഡലം, സ്വർഗമണ്ഡലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വർഗമുണ്ട്, സ്വർഗാദി സ്വർഗമുണ്ട്, 3-ാം സ്വർഗമുണ്ട്. അപ്പോൾ ഇതേപോലെ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ഓരോ പോർഷനുകളുണ്ട് ബൈബിളിൽ. അങ്ങനെ പലയിടങ്ങളിൽ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങാഞ്ഞത്. കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അത് സ്വർഗം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം ഇരിക്കുന്ന സ്വർഗം മാത്രമല്ല, അതിന്റെ താഴെ പലതും ഉണ്ട്. കേട്ടോ, ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു പറഞ്ഞില്ലേ ഒരു ആർച്ചുള്ള ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും. കേട്ടോ, മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ ഒരു ആലോചന പറഞ്ഞു. ഒരു ബെഡ്റൂമിൽ ഒരു ചുവന്ന ബൾബുള്ളത്, അത് എന്റെ വീടായിരുന്നു ബ്രദർ. എന്റെ മോള് കിടക്കുന്ന റൂമായിരുന്നു അത്. അതിന്റെ ചുവന്ന ബൾബാണ് അതിന്റെ അകത്ത് അവിടെ 0 ആയിട്ട് അവൾ ഇട്ട് നിൽക്കുന്നത്. അവള് അവള് കുടുംബമായിട്ട് ചില പ്രശ്നങ്ങളായിട്ട് നിൽക്കുവാണ് അവളെ ഭർത്താവായിട്ട്. ബ്രദർ ആ ഒരു ആലോചനയാണ് ഇന്നലെ പറഞ്ഞത്. ആ റൂമിൽ കിടക്കുന്ന വ്യക്തിയെ പറ്റിയിട്ട്. എന്റെ വീടായിരുന്നു. അമ്മക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് മകളെ വലിയ അത്ഭുതമാക്കി നിർത്താൻ വേണ്ടി പോവുക. കേട്ടോ, ദൈവം സാക്ഷിയാക്കി മാറ്റും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ കാണാനും കേൾക്കാനും പറ്റും. കേട്ടോ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ് ബ്രദർ. കേൾക്കാവോ? പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു നേഴ്സിംഗ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പം ബ്രദർ എന്നോട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. എന്നെ ശക്തനാക്കുന്ന യേശുവിലൂടെ ഞാൻ അത്ഭുതം കാണും. ഞാൻ അത് കഴിഞ്ഞപ്പോ തൊട്ടും അത് പറഞ്ഞ് ജോലിക്ക് പോകുമ്പോഴും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നലെ എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി ബ്രദറെ. കർത്താവിന് എല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ബ്രദറിനും താങ്ക്സ് പറയുന്നു. ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ്. ഡയറക്ടർ ഓഫ് കെയർ ആണ്. അപ്പം ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതമായി നടത്തുന്ന സിസ്റ്ററെ. അത്ഭുത സാക്ഷ്യമാക്കി ദൈവം മാറ്റും. കേട്ടോ, ധൈര്യമായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു, കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. മ്യൂട്ടായി കിടക്കുക. പറഞ്ഞു. ക്ലിയർ ആകുന്നില്ല സിസ്റ്റർ, ക്ലിയർ ആകുന്നില്ല. ക്ലിയർ അല്ല. മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ചിലർക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പം അൺമ്യൂട്ട് ആക്കിയിട്ടിരിക്കുന്നതാണ് ഈ സമയത്ത്. പക്ഷെ എനിക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത്, എനിക്കറിയത്തില്ല. ചില സമയങ്ങളിൽ ചിലർക്ക് പറയാൻ പറ്റാതെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അൺമ്യൂട്ട് ചെയ്തേക്കണം. ചില സമയങ്ങളിൽ നമ്മൾ മ്യൂട്ട് ചെയ്യും. കാര്യം വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തുമൊക്കെ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. എങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്രയർ ലൈനിലേക്ക് നിങ്ങൾ അതിൻ്റെ സാക്ഷ്യങ്ങളെ വോയിസ് റെക്കോർഡുകളായിട്ട് അയയ്ക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് നാളെയും തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം കേൾക്കാം. അപ്പോൾ ഇനി നമുക്ക് ചുരുങ്ങിയ സമയങ്ങളേ ഉള്ളൂ.
യൂട്യൂബിലൊക്കെ കാണുന്നവർക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയിലേക്ക്. നിങ്ങൾക്കും വരാം. നിങ്ങൾ നമ്മുടെ സർക്കിളിൽ കേൾക്കാത്തവരാണ്. ഇപ്പം നമുക്കൊരു കണക്കുണ്ട്, കേൾക്കാത്തവരും കാണാത്തവരുമാണ്. നിങ്ങളെയും ക്രിസ്തു യേശുവിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് നമ്മൾക്ക് ഓൾറെഡി കൗണ്ട്, ഇപ്പം ഈ കൗണ്ടൊന്നും നമ്മൾ എടുക്കുന്നില്ല, കാരണം ഓൾറെഡി എല്ലാ ഹോളുകളും ഓഡിറ്റോറിയങ്ങളും എല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നു. അപ്പം കൊല്ലത്തും കോട്ടയത്തും എറണാകുളത്തും മറക്കാതെ കൂട്ടായ്മയെ ആചരിക്കുക, അനേകരെ ക്രിസ്തുവിലേശുവിലേക്ക് നേടുക, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് കാണാം, നേരിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷമേ ആ ഓഡിറ്റോറിയം വിട്ട് ഞാൻ പോകത്തുള്ളൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യാത്രയുണ്ട്, നീണ്ടൊരു യാത്ര ഇതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം ഓർത്ത് പിന്നെയും നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് മുമ്പായി നിൽക്കുമ്പോൾ എൻ്റെ വായിൽ വചനം നൽകേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണമെന്ന് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന. കർത്താവ് എന്നോട് ഇടപെടണം. എനിക്ക് വെറുതെ ഇവിടെ വന്നതല്ല. പ്രിയ കർത്താവ് ആരാണോ അവിടെ ഉപയോഗിക്കപ്പെടുന്ന ആ വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. കർത്താവ് നിങ്ങളെ സഹായിക്കും. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന നമുക്കും ആവശ്യമാണ്. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നടക്കും. രാജ്യത്തിൽ നിന്ന് വരുന്നവരുണ്ട്, പല ഇന്ത്യക്ക് പുറത്തുനിന്നും പ്രാർത്ഥനയിൽ പങ്കുചേരാൻ വേണ്ടി വരുന്നവരുണ്ട്. നിങ്ങളെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് നഷ്ടമല്ല. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് മുടക്കി വരുന്നു, നിങ്ങളുടെ ജോലി മുടക്കി വരുന്നു, ലീവ് എടുത്തു വരുന്നു. ഞാൻ ഉറപ്പിച്ചു പറയും, ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുക. ഇതിനെല്ലാം ദൈവം കാണുന്നുണ്ട്. പ്രതിഫലം ദൈവം തരും. ദൈവം നമുക്ക് അമർത്തി കുലുക്കുന്ന ഒരളവ് നമ്മുടെ മടിയിൽ തരുന്ന ദൈവമാണ്. ദൈവം അത്ഭുതം ചെയ്യും. ഒരുമിച്ച് ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ലഭിച്ചു എന്ന്